അടുത്ത കാലത്ത് കരം കൊടുത്ത് പറയുക, യേശു നിന്നെ സ്നേഹിക്കുന്നു, നീ അവനെ സ്നേഹിക്കണം. ആമേൻ. പറയാനൊരു കാരണമുണ്ട്. സ്നേഹം കുറഞ്ഞു പോയി എന്നുള്ളത്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം. യോശുവ 1-ാം അധ്യായം. ഹല്ലേലൂയ. ആമേൻ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം. അതിന് 4 മുതൽ താഴേക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം, അതിന് 4-ാം വാക്യം മുതൽ. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. മോശയുടെ കയ്യിൽ നിന്ന് ബാറ്റൻ വാങ്ങി ദൈവം അതിന് യോശുവയെ ഏൽപ്പിക്കാൻ കൽപ്പിച്ചു. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്തും ദൈവിക നീതിക്ക് അടിസ്ഥാനത്തിലും ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ചില ദൗത്യങ്ങളുണ്ട്. ആമേൻ. അപ്പോൾ ട്രെയിനിങ് ആരംഭിക്കുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ട അന്ന് മുതലാണെന്ന് ആരും കരുതണ്ട. അതിന് നാളുകൾക്ക് മുമ്പേയൊക്കെ ദൈവം ട്രെയിനിങ് ആരംഭിച്ചു തുടങ്ങും. ഏകദേശം ഒരു ടൈം ആകുന്ന സമയത്ത് പതുക്കെ അങ്ങ് അകത്താക്കുക എന്ന് വെച്ചാൽ ട്രാപ്പിലാക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. ഇനി നിന്നെ ഒറ്റയ്ക്ക് വിടാൻ കൊള്ളുകയല്ല, പറ്റിയാലെന്നല്ല, കൊള്ളുകയല്ല. ഇനി ഒറ്റയ്ക്ക് വിട്ടാൽ നീ അടുത്ത് പോകുന്നത് വലിയ കുഴികളിലേക്കാണ്. ഇങ്ങനെയുള്ള ഇപ്പം നേരത്തെ ഈ ഉദാഹരണം പറഞ്ഞപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു, ബിലയാമിൻ്റെ കാര്യം പറഞ്ഞു. ദൈവമക്കളെ, ഞാൻ വചനം പഠിച്ചിട്ട്, വചനം അന്വേഷിച്ചിട്ട്, ഈ യഥാർത്ഥമായി ദൈവത്തെ അറിഞ്ഞവന് പിന്നെ കർത്താവിനെ വിട്ട് മാറാൻ പറ്റില്ല. മനസ്സിലാകുന്നുണ്ടോ? ദാവീദ് കർത്താവിനെ വിട്ടല്ല മാറിയത്. അതുകൊണ്ടാണ് ദാവീദ് മടങ്ങി വന്നത്. ആമേൻ. ബിലയാം യഥാർത്ഥമായി കർത്താവിനോട് ചേർന്നതുമില്ല. അതുകൊണ്ട് അവന് മടങ്ങി വരാൻ പറ്റിയതുമില്ല. ഇന്നലെ എടുത്ത വാക്യം ഓർമ്മയുണ്ടോ? നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ യൂദ പണസഞ്ചിയും കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ നടക്കുന്ന സീൻ ഓർമ്മയുണ്ടോ? ഉണ്ടോ? അപ്പോൾ അവൻ്റെ കയ്യിൽ ശത്രുവിൻ്റെ കയ്യിലിരിക്കുന്ന ധനം ദൈവമക്കളുടെ കയ്യിൽ ഇരുന്നാൽ അത് വിഷയമാണ്. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവചന പുസ്തകത്തിൽ പറയുന്നു, അന്യായമായി സമ്പാദിക്കുന്ന ധനം നട്ടുച്ചയ്ക്ക് പോകും, നീടാത്ത മുട്ടയ്ക്ക് ഒരുന്നിരിക്കുന്ന തിത്തിരിപ്പക്ഷിക്ക് സമമായി തീരും. അതതിൻ്റെ മധ്യാഹ്നത്തിൽ വിട്ടുപോകും. നമ്മൾ കരുതി വെച്ചിരിക്കുന്ന പലതും നമ്മുടേതാണോ? ആമേൻ. അനുഭവിച്ചിട്ട് അതിന് 5-ാം വാക്യം. എന്നാൽ ദൈവം പറയുകയാണ്, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയല്ല. ഇത് ദൈവമക്കളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നിന്റെ ജീവകാലത്ത്. ഹല്ലേലൂയ. അതുകൊണ്ട് സഭയെ പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കുകയില്ല എന്ന് പറയുമ്പോൾ, പാതാള ഗോപുരങ്ങൾ താഴെ നിന്നിറങ്ങി പിശാച് അവൻ്റെ യഥാർത്ഥ രൂപത്തിൽ വന്നൊന്നുമല്ല യുദ്ധം ചെയ്യുന്നത്. അവർ മനുഷ്യനെ ഉപയോഗിക്കും, സാഹചര്യങ്ങളെ ഉപയോഗിക്കും. ഏത് സാഹചര്യം പുറപ്പെട്ടു വന്നാലും കർത്താവ് പറയുന്നു, പറ്റിയിരിക്കുന്നവൻ, ദൈവത്തോടു കൂടെ നടക്കുന്നവൻ, ദൈവത്തെ അറിഞ്ഞവൻ. ആ വാക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ദൈവത്തെ അറിഞ്ഞവൻ. പലർക്കും പറ്റിയത് അറിവില്ല ദൈവത്തെക്കുറിച്ച്. പുസ്തകങ്ങളിലും പ്രസംഗങ്ങളിലും കേട്ടുള്ള അറിവേ ഉള്ളൂ, തൊട്ടറിവില്ല. ശരിയല്ലേ? ആണോ? ദൈവത്തെ തൊട്ടറിഞ്ഞവർ എത്ര പേരുണ്ട്? ദൈവത്തെ തൊട്ടറിഞ്ഞവർ
പണ്ടത്തെ വേണ്ടാത്ത അനുഭവങ്ങളൊക്കെ ഇപ്പോഴും നൊസ്റ്റാൾജിയയിൽ കൃത്യമായിട്ട് തൊട്ടതും നടന്നതും മാന്തിയതും നോക്കിയതും കണ്ടിറക്കിയതും ഇതൊക്കെ നല്ല ഓർമ്മയില്ലേ? കർത്താവ് നിൻ്റെ അടുക്കൽ വന്നതോ നിന്നെ തൊട്ടതോ നീ തൊട്ടതോ ഒന്നും ഓർമ്മയില്ലേ? എന്നാ ഒരു ഉദാഹരണം പറഞ്ഞു. ഡേറ്റ് സഹിതം പറയാൻ പറ്റും? ആ ഡേറ്റ് എന്ന് പറയാമോ? ജിയോ. നേരെ മറിച്ച് നമ്മളെ രാഗിയവൻ്റെയും നമ്മളെ വേദനിപ്പിച്ചവൻ്റെയും ഒക്കെ ഡേറ്റ് സഹിതമാക്കണം. ഞാനത് മറക്കുകയല്ല. ആ ഡേറ്റ് എന്ന് പറയാമോ? ശക്തി വ്യാപരിച്ചിട്ട് എന്താ ഡേറ്റ് പറയാൻ പറ്റാത്ത? ഇത്രയേറെ ആലോചിക്കേണ്ടി വന്നില്ലേ? പക്ഷേ ചില സംഭവങ്ങൾ എത്ര കൃത്യമായിട്ടാണ് ഇവിടുന്ന് കയറിഞ്ഞ് വരണം. ടപ്പെന്നല്ലേ പറഞ്ഞു. ഈ യോശുവ മോശയുടെ കൂടെ എന്ത് ചെയ്യാണ്? നടക്കുകയാണ്. ഇപ്പൊ യോശുവയ്ക്ക് സ്വാഭാവികമായിട്ടും ഒരു ചിന്ത ഉണ്ടായിരുന്നിരിക്കാം, എപ്പോഴെങ്കിലും ഒരിക്കൽ ആരെ കാണാൻ പറ്റും? ഈ മോശച്ചേട്ടൻ പോകുന്ന വഴിയിലാണ് ഞാൻ നടക്കുന്നത്. പുള്ളിക്കാരൻ കണ്ടിട്ട് വരുമ്പോൾ ആ ഗെറ്റപ്പൊക്കെ ഒന്ന് വേറെ. ഈ തിരിച്ചു വരുന്ന സമയത്തൊക്കെ തേജസ്സാണ്. പിന്നെ ഈ അസാധാരണമായ വാക്കുകളൊക്കെയാണ് മോശ പറയുന്നത്. ഹലോ, കരുപുരത്തിന് മൊത്തം കൊടുത്താൽ, ഇടനേരം കൊടുത്തിന് മൊത്തം കൊടുത്താൽ, സന്തോഷത്തോടൊരു മൊത്തം കൊടുത്താൽ. ആമേൻ. അപ്പൊ ഈ മോശ ഇറങ്ങി വരുമ്പോൾ മോശയെ നോക്കുമ്പോൾ യോശുവ നോക്കുകയാണ് ദൈവത്തോട് കൂടെ ഇരുന്ന പുരുഷൻ. അവന്റെ മാറ്റം നോക്കുകയാണ്. അപ്പൊ പത്രോസും യോഹന്നാനും യാക്കോബും ദൈവത്തോട് കൂടെ ഇരുന്നതിന്റെ ശക്തിയെ വെളിപ്പെടുത്തിയവരാണ്. ഹല്ലേലൂയ. അപ്പൊ യഥാർത്ഥത്തിൽ കർത്താവ് തൊട്ടവനും കർത്താവിനെ തൊട്ടവരും അവരുടെ ശക്തിയെ വെളിപ്പെടുത്തുന്നവരായിരിക്കും. അപ്പൊ ഈ സിനായി മലയിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് യോശുവ നോക്കിയത് യഹോവയല്ല, മോശയെ. അതുകൊണ്ടാണ് പലപ്പോഴും മോശയുടെ കൂടെ കയറി ചെല്ലുമ്പോഴും അത്രമേൽ വിശ്വസ്തനായിരുന്നു യോശുവ. മോശയുടെ മക്കളെയല്ല ഏൽപ്പിച്ചത്. അപ്പൊ ഇതിനുള്ള ട്രെയിനിങ് നേരത്തെ കൊടുത്തു. യോശുവയുടെ കയ്യിലേക്ക് ഇത് കൊടുക്കുന്ന സമയത്ത് ദൈവം പറയുന്നൊരു വാക്കാണ് നമ്മളിപ്പോൾ വായിച്ചത്. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയല്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ കൊതിക്കണം നമ്മളോടൊരു വാക്ക് ദൈവം സംസാരിക്കണം. അപ്പൊ നമ്മൾ പറയും പുതിയ നിയമത്തിൽ അങ്ങനെയൊന്നും ദൈവം സംസാരിച്ചിട്ട് ആര് പറഞ്ഞ് ഇഷ്ടം പോലെ സംസാരിക്കും. ഇപ്പൊ യേശു എവിടെ ഉണ്ട്? ഏറ്റവും സമീപസ്ഥനായിട്ട് ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ഈ 3 കാര്യങ്ങളിൽ ഭയങ്കര പരാജയങ്ങളാണ്. ഒന്ന്, വിശ്വാസ ജീവിതത്തിൽ ഞാൻ എൻ്റെ മേൽ ഏൽപ്പിച്ച, എൻ്റെ മേൽ പകർന്ന പരിശുദ്ധാത്മാവുമായിട്ടുള്ള എൻ്റെ സഖ്യത എന്ത്? എൻ്റെ ആത്മീയ ജീവിതത്തിൽ സന്തോഷമായിരിക്കും. എൻ്റെ ആത്മീക ജീവിതത്തിൽ പരിശുദ്ധാത്മാവുമായുള്ള സഖ്യത എന്ത്? എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്നെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തിയ 1-2 എക്സ്പീരിയൻസുകൾ പറയാം. ശക്തിപ്പെടുത്തിയ 1-2 എക്സ്പീരിയൻസുകൾ പറയാം. എൻ്റെ ആത്മീക ജീവിതത്തിൽ ദൈവം എന്നെ ശക്തിപ്പെടുത്തി. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം വന്നു ഇടപെട്ടു. ഇല്ലാത്തത് പറയരുത്, തോന്നലുകൾ പറയരുത്. ഇടപെട്ടതിന് അങ്ങനെ തന്നെ ഇടപെട്ടു. ചുമ്മാ കർത്താവ് ദൂരെ കൂടെ ഒരു ഊതി അടിച്ചോണ്ട് പോയതെന്ന് പറയരുത്. ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായി ആ സമയത്ത് ഒരു പ്രവൃത്തി നടന്നിരിക്കും. ആമേൻ. അപ്പൊ എൻ്റെ രഹസ്യ ആത്മീക ജീവിതത്തിനകത്ത് എന്നെ എത്രമാത്രം കർത്താവ് പ്രൊമോട്ട് ചെയ്തു. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ പുറത്ത് ജോലി സ്ഥാപനങ്ങളിലൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസ്തനായിരുന്നു. ഞാൻ പരിശുദ്ധാത്മാവിൽ കീഴടങ്ങുന്നൊരു ഹൃദയം എനിക്കുണ്ടായിരുന്നു. അത് പറയുന്നു, വിശ്വസ്തത സഭ ആചരിക്കണം. ആമേൻ. നാം ദൈവത്തിന് വിശ്വസ്തരായിരിക്കണം. സഹോദരന്മാർ തമ്മിൽ എന്തായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. നിങ്ങളോട് ഇടപെടുന്നവരോട് നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. അവരിങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിരിക്കും പറയരുത്. വീണ്ടെടുക്കപ്പെട്ടവൻ അവരോട് വിശ്വസ്തരായിരിക്കണം. എത്രക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ? അവൻ്റെ മേലാണ് ദൈവം ചരിത്രങ്ങൾ രചിക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ പേരുകളാണ് ദൈവം മാറ്റുന്നത്. ഇപ്പോൾ യോശുവ ഒരു സുപ്രഭാതത്തിൽ നേരെ കയറി വന്നതല്ല. ആരും അങ്ങനെ കരുതരുത്. വിളിച്ച നാൾ മുതൽ യോശുവ വിശ്വസ്തനായിരുന്നു. യോശുവക്കാലം ധൈര്യമുണ്ട് ആർക്ക്? കാലേബിന്. പക്ഷെ ദൈവത്തോടു കൂടെ പറ്റിയിരിക്കാൻ കൊതിച്ച് നടന്നത് ആരാ? യോശുവയാ.
മോശെ കൂടാരത്തിനകത്തിരിക്കുമ്പോൾ കൂടെ പുറത്തെന്ത് ചെയ്യും? യോശുവ വാതിൽക്ക് കാവൽ നിൽക്കും. കൂടാരം വിട്ടുപിരിയത്തില്ല. മറ്റവരെല്ലാവരും പോയിട്ട് പല ഉറക്കങ്ങളും പരിപാടികളൊക്കെ നടത്തുന്ന സമയത്ത് ഇതിനകത്ത് ആരെങ്കിലുമൊക്കെ പറ്റിയിരിക്കെ, ആമേൻ, 30 ലക്ഷം അപ്പുറത്ത് കിടന്ന് പോത്തുറങ്ങും പോലെ ഉറങ്ങും. പന്നിയെന്ന് പറയാത്ത പന്നി ഉറങ്ങുന്ന കണ്ടിട്ടുണ്ടായിരുന്നു? കാണാം. എത്ര പേര് പന്നി ഉറങ്ങുന്ന കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ടോ? വെള്ളപ്പന്നി ഉറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? കറുത്ത പന്നി ഉറങ്ങുന്നുണ്ട്. അയ്യോ, വെള്ളപ്പന്നി കുഞ്ഞുങ്ങൾക്കും പാല് കൊടുത്ത് കിടന്നൊരു ഉറക്കമാണ്. ഹല്ലേലൂയ. ഇങ്ങനെ അനേകർ പല കൂടാരങ്ങളിൽ ഉറങ്ങിയപ്പോൾ ഒരുത്തൻ ദൈവത്തോട് സംസാരിക്കുന്ന മോശയ്ക്ക് കൂടാരത്തിന്റെ പുറത്ത് കാവൽ നിൽക്കുക. ഈ ശെഖേൻ ഇറങ്ങുന്ന കൂടാരത്തിനകത്ത് മോശ കൂടെ കയറി ചെല്ലുന്നു. അവനറിയാം അകത്ത് നിന്ന് എന്തെങ്കിലും ഒരു നുറുക്ക് പുറത്ത് വീണാൽ അത് ഞാൻ എടുക്കും. ഇത് മറ്റേ അമ്മച്ചി പറഞ്ഞു, അല്ല മറ്റേ സഹോദരി പറഞ്ഞ പോലെ പട്ടിക്കുട്ടികൾ നുറുക്കെങ്കിലും തിന്നാൻ ആഗ്രഹിക്കത്തില്ല. അതെങ്കിലും കിട്ടിയാലും മതിയല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ മനുഷ്യൻ, ഈ യുവാവ് എവിടെ നിൽക്കുവാണ്? യുവാവാണേ. അപ്പുറത്തുള്ളവരൊക്കെ പിന്നെ സ്നേഹിച്ചും പ്രണയിച്ചും ഒക്കെ സല്ലാപങ്ങളിൽ നടക്കുമ്പോൾ, മൊബൈലിൽ മാന്തിയൊക്കെ നടക്കുമ്പോൾ അവിടെ ഇരുന്നും കൊണ്ട് മറ്റവരൊക്കെ എന്ത് ചെയ്യണം? അടുത്ത് ചെന്നെത്തേണ്ടത് ദേശം, അതിൻ്റെ ലൈവ്, അതിൻ്റെ ഇത് പിന്നെ ചാർട്ട് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ യോശുവ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഇങ്ങനെ വിട്ടുപിരിയാതെ, കണ്ടോ? വിട്ടുപിരിയാതെ. ആ വാക്കെന്ന് പറഞ്ഞാട്ടെ, വിട്ടുപിരിയാതെ. ഇത് ചിലർ പറയാറുണ്ട്, ഞാൻ തന്നെ ഒരു നാളും വിട്ടുപിരിയത്തില്ല. ചങ്കിൽ ജീവനുള്ള കാലത്തോളം മരണം വരെ എന്നൊക്കെ പറഞ്ഞ് ചിലർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ആമേൻ. അതല്ല, സ്നേഹം ദൈവം ഇട്ടത് തന്നെയാണ്. കള്ളസ്നേഹവുമല്ല, യഥാർത്ഥ സ്നേഹം ദൈവം ഇട്ടതാണ്. അപ്പൊ ഈ മനുഷ്യൻ വിട്ടുപിരിയാതിരുന്നതിന്റെ ഗുണമുണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഇപ്പൊ ദൈവസഭയോട് ദൈവത്തിന്റെ ആത്മാവിൽ ഇന്ന് പ്രബോധിപ്പിക്കുന്നു, നീ കൂടാരം വിട്ടു പോകരുത്. നിനക്കുള്ളത് വാങ്ങാതെ നീ എന്ത് ചെയ്യരുത്? പോകരുത്. അല്ല കർത്താവെ, അവിടെ പിന്നെ അനന്തുനെ ഏൽപ്പിച്ചാൽ മതി, ഞാൻ പിന്നെ പോയിട്ട് നാളെ ഞാൻ തിരിച്ചു വരുമ്പോൾ അവിടെ കടയിൽ നിന്ന് ഞാൻ എടുത്തോളാം. നമുക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ലേ? ഇപ്പോൾ തിരക്കാണ്, ഇപ്പം ചേട്ടൻ എന്നെ കുത്തിക്കൊല്ലും ഞാൻ പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് വണ്ടി കിട്ടത്തില്ല, മക്കൾ എന്നെ അടിച്ചിറക്കും. പറയാൻ 100 ന്യായമുണ്ട് നമുക്ക്. ഈ ന്യായമൊക്കെ ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാത്ത എന്തോ ഒരു പേടി അല്ലെങ്കിൽ ഭയം. പക്ഷെ ഈ നൂന്റെ മകൻ, അവൻ കണ്ടത് മോശെ അകത്ത് എന്തൊക്കെയോ മർമറിങ് ചെയ്യുന്നുണ്ട്. ഹലോ, ശ്രദ്ധിക്കൂടെ? സഭയ്ക്കകത്ത് ചിലർ ദൈവത്തോടൊരു മർമറിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ പറഞ്ഞു, ഇപ്പോഴാരുമില്ല. അതിന്റെ വേദന എനിക്കുണ്ട്. അതാ ഞാൻ ഇവിടെ കിടന്ന് ഉള്ളതായി പറയണം. അതൊക്കെ സെൻസ് ചെയ്ത് തരും, പകല് പോലെ സെൻസ് ചെയ്ത് തരും. ഹല്ലേലൂയ. എനിക്ക് മുമ്പേ നിന്ന് മനുഷ്യൻ ഉരുകിപ്പോയത് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഈ കൂടാരത്തിന്റെ പുറത്തു നിൽക്കുന്ന അവൻ, കൂടാരത്തിനകത്ത് ഈ മനുഷ്യൻ ആരോടായി സംസാരിക്കുന്നത്? ഈ മോശ ചേട്ടൻ ആരോടായി സംസാരിക്കുന്നത്? അപ്പൊ മോശയെ ഒരു പ്രതിവാദം കേൾക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ടോക്ക് കേൾക്കുന്നുണ്ട്. അത് പുറത്തു നിന്ന് ആര് ഗ്രഹിക്കുക? കരമത്തിന് മൊത്തം കൊടുക്കാം. കൂടാരത്തിനകത്ത് ദൈവം സംസാരിക്കും. ഓരോ സഭായോഗത്തിനും നിങ്ങൾ ആരും കരുതരുത് പ്രസംഗത്തിൽ കൂടി മാത്രമാണ് സംസാരിക്കുന്നത്. ആരാധന നടന്നപ്പോൾ പിന്നെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. ദൈവം ഇടപെട്ടുകൊണ്ടേയിരുന്നു. ചിലർ സൗഖ്യമായി, ചിലരുടെ മേൽ സാന്നിധ്യം വെളിപ്പെട്ടു. ഹല്ലേലൂയ. വചനം കേട്ടതും വരൾച്ച വന്നു. അതിൻ്റെ പുറകെ മഴ വരും. പിന്മഴയൊന്നുമല്ല, മഴ വരും. ആമേൻ. മഴയ്ക്കായി കാത്തിരിക്കും. നിങ്ങളുടെ അകത്തു നിന്ന് ദാഹം ഇങ്ങനെ പൊങ്ങി വരുന്നതനുസരിച്ച് ദൈവം തന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ തന്നത് പറഞ്ഞ് ഞാൻ നിർത്തും. ഉണർന്നു നിന്നാൽ കൊള്ളാം. അപ്പം ഈ കൂടാരത്തിൻ്റെ പുറത്ത് വാതിൽക്കൽ നിൽക്കുന്ന പിന്നെ പ്രസാദവുമായിട്ട് ഇപ്പം ആര് വരും?
നമ്പൂതിരി ഇപ്പോൾ ഇറങ്ങി വരുമ്പോൾ നമ്പൂതിരിയുടെ ഇരുന്ന് ഇതൊന്നും ആയിരുന്നില്ല ശ്രദ്ധ. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ദൈവത്തോടുള്ള കൊതിയുള്ള എത്ര പേരുണ്ട്? ദൈവത്തോടുള്ള കൊതി. നിനക്കെല്ലാം തികഞ്ഞിരിക്കുന്നതുകൊണ്ട് കുഴപ്പം. നിങ്ങൾക്കൊക്കെ ദൈവം വേണം, വേണം, കിട്ടിയ മതി, നിർബന്ധമൊന്നുമില്ല. അവരാണ് ഇപ്പൊ കൈവക്കില്ല. ഉണ്ടോ? ഉണ്ടോ? എന്നാ അത് നിങ്ങളുടെ ശരീര ഭാഷകളിലൊക്കെ ഒന്ന് വെളിപ്പെടട്ടെ. അവൻ ഒന്ന് തട്ടി കുടഞ്ഞൊക്കെ ഒന്ന് നേരെ ഇരുന്നാണ്, ഒന്നൊക്കെ നേരെ വന്നിരുന്നാണ്. ആർക്കെങ്കിലും ഒന്ന് സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ സ്ട്രെച്ച് ചെയ്യാം. ഓക്സിജൻ എല്ലാ ഭാഗത്തും എത്തട്ടെ. ആമേൻ. ഒന്ന് ഫ്രീ ആയിട്ട് എല്ലാവരും ഒന്ന്. ആമേൻ. ആ കെട്ടിവെച്ചിരിക്കുന്ന ബന്ധനങ്ങളൊക്കെ ഒന്ന് അഴിച്ചുവിടും. വേണ്ടാത്ത എയറുകളൊക്കെ അങ്ങ് പോട്ടെ, നാറ്റിക്കരുത്, പോട്ടെ. ഫ്രീ ആയോ? ആമേൻ. ഈ കൂടാരത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്ന യോശുവ അകത്തൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. മോശയുടെ ഭാര്യയോടല്ല സംസാരിക്കുന്നത്, മോശയുടെ മക്കളെ നേർവഴിക്ക് നടത്താനല്ല സംസാരിക്കുന്നത്, ദൈവത്തോട് ഒരു സംഭാഷണം. ആമേൻ. ഇത് കേട്ട് 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 നടന്ന യോശുവയ്ക്ക് ഒരു ഭയങ്കര കൊതി. ഒരു ശിഷ്യൻ ഉരുവാകുന്നത് ഒരു ഗുരുവിനെ കണ്ടിട്ടാണ്. ഹല്ലേലൂയ. ദൈവരാജ്യം വെളിപ്പെടുന്നത്, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് രക്ഷ വെളിപ്പെടുന്നത് അങ്ങനെയല്ല. എന്നാൽ ഒരു ശിഷ്യൻ ഉരുവാകുന്നത് ഒരു ലീഡറെ കണ്ടിട്ടാണ്. ആമേൻ. അപ്പൊ ഇവിടെ ആ ലീഡറെ കാണുമ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇതിനകത്ത് ദൈവം സംസാരിക്കുകയാണ്. എന്നോടെന്നാ അപ്പ സംസാരിക്കുന്നത്? എന്നോട് ഇന്ന് എന്താ സംസാരിക്കുന്നത്? നമ്മൾ പറയും, എന്നോടൊന്നും സംസാരിക്കുമെന്ന് തോന്നുന്നില്ല, കാരണം ഞാൻ പാപിയാകും. ഇന്നലെ കടപ്പുറത്തേക്കുമ്പോൾ ഒരു പയ്യൻ പറയാണ്, ഒരു വലിയ തിര വരുന്നത് കണ്ടോ? ഞാൻ പാപിയായതുകൊണ്ടാണ് ഈ വലിയ തിര വരുന്നത്. നമ്മളൊക്കെ പാപികളാണ്, നമ്മളോടൊന്നും ദൈവം ചെയ്യില്ല. ഇവരൊക്കെ ഇനി കരയുന്ന കരച്ചിലുണ്ടല്ലോ, പാപ ഏറ്റുപറഞ്ഞ് കരയുന്ന കരച്ചിലുകളുണ്ട്. എന്നിട്ട് ദൈവമക്കൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഇങ്ങനൊരു കൊതിയുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഹല്ലേലൂയ. എനിക്ക് ആ ദൈവദാസനെ പോലെ, അല്ലെങ്കിൽ ആ ദൈവദാസിയെ പോലെ, അല്ലെങ്കിൽ ഒരു നല്ല പ്രവചനാത്മാവിൽ ഒരു എലീശയെ പോലെ, ഒരു ഏലിയാവിനെ പോലെ. പൗലോസിനെ കുറിച്ച് ആരും പറയില്ല, പ്രവചനം ഇങ്ങോട്ട് കിട്ടത്തേ. ഒരു പൗലോസിനെ പോലെ. പത്രോസും കൊള്ളാം, അന്ത്രയോസ് പോരാ, ഇങ്ങനെ നമ്മൾ പലതും പറയും. ഒരു വിഷൻ നമ്മുടെ അകത്തുണ്ടോ? നിങ്ങൾക്കൊരു ലീഡർ ഉണ്ടോ? ഉണ്ടോ? ഒന്നുകൂടെ പറഞ്ഞേ, ഒന്നുകൂടെ പറയൂ. ഞാനൊന്ന് ഞെട്ടട്ടെ, ഒന്ന് കിടുങ്ങട്ടെ, ഒന്നുകൂടെ പറഞ്ഞേട്ടെ. നായകനവൻ എനിക്കു മുൻപിലായി നൽവഴികളെ നിരത്തിയിടുന്ന. എന്ത് സുന്ദരമായിട്ട് പാടും. ആമേൻ. എനിക്കൊരു നായകനുണ്ടോ? ഉണ്ടല്ലോ. എത്ര വിശ്വസിക്കുന്നത് ഉണ്ട്? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യം ഒന്ന് വായിച്ചട്ടെ. ഇവന്റെ ഗുണം അതാണ്, ഈ നായകനെ അനുഗമിക്കുന്ന ആടിന്റെ ഗുണം. നായകനെ ഇവിടെ എനിക്ക് നേരത്തെ ജിനോ പറഞ്ഞു പോയൊരു കാര്യം ഭയങ്കര സന്തോഷമുണ്ടായി. ഒരു രാത്രി മുഴുവനും ദൈവസന്നിധി ഇരുന്നിട്ട് പിറ്റേന്ന് വരുമ്പോൾ ദൈവശക്തി അവൻ്റെ പേര് എന്ത് ചെയ്യും? വെളിപ്പെടും. ആരുടെ കൂടെയാണോ ഇരുന്നത് അത് വെളിപ്പെടും. നിങ്ങൾ ഓർത്തോ, ആ പറഞ്ഞത് അച്ചട്ട് കറക്റ്റാണ്. അത് വേണമെങ്കിൽ ഇവിടെ എഴുതി വയ്ക്കാം. തമാശ പറഞ്ഞല്ല. 40 ദിവസം മോശെ ദൈവത്തോടു കൂടെ ഇരുന്നത് പോലെ ഒരു രാത്രി ആകെ ഞാൻ 12 മുതൽ 12:20 വരെ ദൈവത്തോടു കൂടെ ഇരുന്നു. 12 മണി മുതൽ 20 വരെ. ഞാൻ 9 മുതൽ 10 വരെ ആരാധിച്ച് അലങ്കരിച്ചു. 10:30 മണിയായപ്പോൾ എൻ്റെ മേൽ എന്തോ ഇഴഞ്ഞു കയറുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഒന്നും കയറുകയല്ല, ഇഴഞ്ഞതൊക്കെ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവത്തോട് കൂടെ ഇരുന്നവനെ പിറ്റേന്ന് കണ്ടാലുണ്ടല്ലോ, ആ വീടിനകത്ത് പ്രകാശമായിരിക്കും. യഥാർത്ഥത്തോടെ ദൈവത്തോട് കൂടെ ഇരുന്നവൻ പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് വരുമ്പോൾ ഉണ്ടല്ലോ, അവന് വഴിമാറിക്കൊടുക്കും. ആര്? ശത്രുക്കൾ ഭയന്ന് മാറും. ഇത് നമ്മൾ ഉരുളോട് ശത്രുവായിട്ടാണ് എന്ത് ചെയ്യുന്നത്?
അതുകൊണ്ട് ഞാൻ ഇല്ല, പ്രാർത്ഥിച്ചെഴുന്നേറ്റ് ചിലർ വരുന്നത്, അതാ പറയാൻ പറ്റും. ചിലർ പറയണേ ഞാനിപ്പോൾ ഒരു 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വരികയാണ്, പക്ഷേ 41 ദിവസം ശത്രുവിനെ കശാപിശ ഞാൻ അടിച്ചു. വീട്ടിനകത്ത് ബഹളം, പൊട്ടിത്തെറി, അത് ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, ആ പൊട്ടിത്തെറി ചക്കക്കുരു കഴിച്ചിട്ടുണ്ടായ പൊട്ടത്തെറിയല്ല. ഈ 40 ദിവസത്തിൽ ദൈവത്തോടിരുന്ന സമയം എത്ര, ലോക ചിന്തകളിൽ വ്യാപരിച്ച സമയം എത്ര. ദൈവമക്കളെ, നിങ്ങളിത് മനസ്സിലാക്കും. കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്നവൻ അവൻ ഇങ്ങനെ പറഞ്ഞു, ആ ശബ്ദം എപ്പോൾ എന്നോട് സംസാരിക്കും? ദൈവമേ, നീ എപ്പോൾ എന്നോട് സംസാരിക്കും? എനിക്ക് നിന്റെ കുരൽ കേൾക്കണം. ഇത് ആഗ്രഹിക്കുന്ന സഭയുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് ആഗ്രഹിക്കുന്നവർ ആരാധനയ്ക്ക് ഇരിക്കുന്നുണ്ടോ? എങ്ങനെയെങ്കിലും ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് കിട്ടിയെങ്കിൽ കൊള്ളാന്ന് പറഞ്ഞാണോ ഇരിക്കുന്നത്? എല്ലാവരും ഒന്ന് സമയം നോക്കിയിട്ട്, സമയം പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ആരും നോക്കരുത്. നോക്കാൻ തന്ന അവസരം നോക്കിയല്ലേ. ചിലത് കുരുക്കാവുന്ന നോക്കിയില്ല, അത് നല്ലത്. അപ്പൊ ദൈവം എന്നോട് സംസാരിക്കണമെന്ന് കൊതിയുണ്ടോ? ദൈവം എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് ഏൽപ്പിക്കുമെന്ന കൊതിയോടെ നിൽക്കുന്ന ശുശ്രൂഷയ്ക്ക് കയറി വരുന്ന എത്ര എണ്ണമുണ്ട്? ഇന്നത്തെ സഭായോഗത്തിന് എൻ്റെ മേൽ ഒരു നിയോഗം ദൈവം ഏൽപ്പിക്കാൻ പോകുന്നു. ആമേൻ. അടുത്ത ആഴ്ച ഒരു കൺവെൻഷനോ, ആമേൻ, അടുത്ത ആഴ്ച ഒരു ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ മേലൊരു നിയോഗം ഏൽപ്പിച്ചു. ആ നിയോഗത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളുമോ? അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കർത്താവ് പറഞ്ഞാൽ അതിനുവേണ്ടി കാവൽ ചെയ്യുമോ? അതിനുവേണ്ടി നിന്നെത്താൻ നീ ഒരുക്കി കൊടുക്കുമോ? ആമേൻ. പല നാളുകളിലായി ഈ മകൻ കൂടാരത്തിന്റെ അപ്പുറത്ത് നിന്ന് കൊതിച്ചത് എന്താണെന്നറിയോ? എന്നോട് സംസാരിക്കുന്നത് എന്നപ്പാ എന്ന് ചോദിച്ചിട്ടാണ്. അതുകൊണ്ട് ഈ ദൈവം ഇവനെ യോശുവോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ. നീ അതല്ലയോ ആഗ്രഹിച്ചത്? നീ പലപ്പോഴും കൂടാരത്തിന്റെ പുറത്ത് നിന്ന് കൊതിച്ചത് എന്താണ്? എൻ്റെ ചേട്ടൻ്റെ കൂടെ ഇരുന്ന മോശയോട് കൂടെ ഇരുന്ന അതുപോലെ എന്നോട് കൂടെ ഇരിക്കണം എന്നല്ല പറഞ്ഞു. ഒരു ലീഡറെ ദൈവം വയ്ക്കും. ഇവിടെ നേരത്തെ പറഞ്ഞു 10-ാം അധ്യായം വായിച്ചിട്ട് പറഞ്ഞു ഞാൻ ദൈവത്തോടു കൂടെ ഇരിക്കുമെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഈ ബോന്ത് നിറം മാറും പോലെയാണ് നമ്മൾ ദൈവത്തോടു കൂടെ ഇരിക്കുന്നത്. ഇപ്പൊ പച്ച, അല്പം കഴിയുമ്പോൾ ചുമപ്പായി, മഞ്ഞയായി, മണ്ണിലിരുന്ന മണ്ണിന്റെ നിറം, പെണ്ണിനടുക്കൽ പോയ പെണ്ണിന്റെ നിറം. ആമേ. എപ്പോ വേണമെങ്കിലും ആള് മാറും. ആളുടെ പാസ്റ്റർ കളർ മാറിക്കോ. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ. ഞാൻ ഒരിക്കൽ ശ്രീകുമാറിനെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് കാണുകയാണ്. അവൻ്റെ ഞെട്ടലും ആ ഭാവവും കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കാര്യം മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചു, മോനെ കട്ടനിറയിൽ മുക്കിളിക്കാൻ പറ്റുന്നില്ലല്ലേ? ഇവന് ഓന്തിൻ്റെ ക്വാളിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ അപ്പം തന്നെ കളർ മാറി ആ തൂണോട് പറ്റി പിടിച്ചിരുന്നേ. ഞാൻ പാസ്റ്ററെ പറ്റിച്ചല്ലോ. നിർഭാഗ്യവശാൽ നമുക്ക് ആ ചാൻസ് ദൈവം തന്നില്ല. ഓന്തിന് കൊടുത്തു. നമ്മളാരാ പുള്ളി 7 നിറമല്ല 9,000 നിറം വേണമെങ്കിലും നമ്മൾ കാണിച്ചു. ഇങ്ങനെ കളർ മാറാനുള്ള ക്വാളിറ്റി ഇല്ലാതിരുന്നിട്ട് നമ്മൾ എന്തുമാത്രം കളർ മാറി കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊറോണ പോലെ എന്തെങ്കിലും ഒരു സംഭവം വന്നിട്ട് ഇവിടെ ഈ മുടി തേക്കുന്ന സാധനം എന്തോ ഡൈ എങ്ങനെ നിർത്തൽ ചെയ്താൽ പലരും ലാലു പ്രസാദ് യാദവിനെ പോലെയാണ്. ചിലരൊക്കെ മീശ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്നും ഇന്ന് രാവിലെ മുളച്ചു വന്ന ദൈവമക്കളെ, കളർ മാറുന്ന സ്വഭാവം നമുക്ക് വേണ്ട. ഒറിജിനലായിട്ട് പറയും, കർത്താവേ നിന്റെ ശബ്ദമകത്ത് മോശയോട് സംസാരിക്കുന്നു കേട്ടു, എന്നോടൊന്ന് സംസാരിക്കും. ദൈവം മോശയോട് യോശുവയോട് പറയുകയാണ്, മോശയോട് കൂടെ ഇരുന്നത് പോലെ നീ അതല്ലയോ ചോദിച്ചേ. ഇതിനകത്തൊരു കൈമാറ്റം ഉണ്ട് കേട്ടോ. ഞാൻ ഈ പറയുന്നതിനാണ്. ഇന്നലെ വന്ന ദേവദാസൻ പറഞ്ഞാണല്ലോ, 1000-ലധികം ദേവദാസന്മാരെ
എനിക്കറിയാം അവർക്ക് ആർക്കും കിട്ടാത്തൊരു അന്യഭാഷയാണ് നമ്മുടെ സഭയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഓർമ്മയുണ്ടോ? പറഞ്ഞത് ഓർമ്മയുണ്ടോ? അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല. മനസ്സിലാവുന്നുണ്ടോ? അവർ ഇതിനെ റെക്കോർഡ് ചെയ്ത് ഇതൊക്കെ ഇടും. അപ്പം ഈ പകർച്ച പലർക്കും ഇല്ലേ? നിങ്ങൾ പലരും പറയുന്ന അന്യഭാഷ വ്യത്യാസമല്ലേ? ഒന്നേലും രണ്ടേലും പിടിച്ച് അവിടെ കിടക്കുമോ? പക്ഷെ നിങ്ങൾക്കൊരു പാഷൻ ഇല്ല. മനസ്സിലാവും? ഒന്നുമില്ല. ഈ ഭാഷയെങ്കിലും ഒന്ന് പിടിച്ചെടുക്കണമെന്ന് ഇങ്ങനെ തോന്നാത്തത്. അതിന് എങ്ങനെയെങ്കിലും എൻ്റെ സന്തോഷം കൂടി കെടുത്തിക്കളയാനോ അവർ കൊണ്ടുനടക്കണം. ഇന്ന് പ്രാർത്ഥിക്കും, നാളെ പ്രാർത്ഥിക്കേണ്ട ഭാഷ മറ്റൊന്നാ മതി. വേണ്ട. സഭായോഗത്തിന് നിവൃത്തിയില്ലാത്തുണ്ടെങ്കിൽ നടത്താം, അല്ലാത്തൊന്നും വേണ്ട. ഞാൻ വീട്ടിൽ നിന്ന് ആരാധിച്ചോളാം. ആത്മാവ് ചിലർ 8 മണിക്ക് കയറി കഥവട ചോദിച്ചാൽ കൂടാര ശുശ്രൂഷയാണ്. എത്ര മണിക്ക് ഉറങ്ങും? ഞാൻ 8:30 ഉറങ്ങും. രാത്രി നീ ആരോട് കൂടെ ഇരുന്നോ അത് രാവിലെ വെളിപ്പെടും. ഹല്ലേലൂയ. ചില ലോഡ്ജിലൊക്കെ കയറി പോകുമ്പോഴാണ് ഒറ്റയ്ക്ക് കയറി പോകുന്നത്. പക്ഷെ വേറെ പലരും മുമ്പ് ഹൃദയത്തിൽ കൂടെ ഉണ്ട്. നമുക്ക് തോന്നുന്നു കർത്താവാണ്. നോ. കർത്താവാണ് നിന്റെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ രാവിലെ മുഖം തേജസ്സിനാൽ മിന്നും. എത്രപേർക്ക് ഇത് മനസ്സിലാവും? കൊതി പ്രവചിക്കാൻ എത്ര പേർക്ക് കൊതിയുണ്ട്? അടുത്ത അരമണിക്കൂറിനകത്ത് പ്രവചന ശുശ്രൂഷയാണ് എടുക്കണം. ഓരോരുത്തർക്കും അവസരം തരാം. എന്തെങ്കിലും പ്രവചിക്കരുത്, ഞങ്ങളക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവും വചനവുമായിട്ട് ഒക്കുന്നുണ്ടോ എന്ന് നോക്കും. ഇതല്ലാത്ത പ്രവചനം വേറെ. ഹല്ലേലൂയ. എനിക്കിപ്പോൾ നിങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞൂടെ? നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയ പോരെ? അങ്ങനെയല്ല, ആത്മാവ് സംസാരിക്കും. ആത്മാവ് സഭയോട് എന്ത് ചെയ്യും? പ്രവചനാത്മാവിൽ സംസാരിക്കും. നിങ്ങൾക്ക് പ്രവചിക്കണ്ടേ? നിങ്ങൾക്ക് ഭാഷ വര വ്യാഖ്യാനം വേണ്ട. ഭാഷയെ ഇതുവരെ പഠിച്ചിട്ടില്ല. എത്രാം ക്ലാസ്സിലായി? 8ാം ക്ലാസ്സിലായി. ചിലരാണെങ്കിൽ 6ാം ക്ലാസ്സിൽ, ചിലരാണെങ്കിൽ 7ാം ക്ലാസ്സിൽ, ചിലരാണെങ്കിൽ 4ാം ക്ലാസ്സിൽ. ഇതുവരെ എന്ത് പഠിച്ചിട്ടില്ല? ഭാഷ പഠിച്ചിട്ടില്ലെന്നല്ല, തെളിഞ്ഞിട്ടില്ലെന്ന്. ഇപ്പോഴും 4 വരിയും വെച്ചുകൊണ്ടിരിക്കുവാണ്. എന്തുകൊണ്ട് കൊതിക്കുന്നില്ല? നിങ്ങളുടെ ഹൃദയം അടച്ചു കളഞ്ഞതാര്? ഈ തടി കുഞ്ഞുങ്ങൾക്ക് മാത്രമുള്ളതല്ല. സാത്താൻ പഴികേട്ട് ദൈവത്തോട് പരാതി പറയായിരിക്കും. എന്താ അവിടെ കൂടിയിരുന്നിട്ട് എന്നെ ഭർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇതുവല്ലം ചെയ്തിട്ടാണ് കർത്താവ്. അവരുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ കിടക്കണേ. നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന സാത്താൻ പുറംകാൽ പിടിച്ച് വലിച്ചെള്ളിയിടും. കർത്താവിൻ്റെ ആത്മാവിനോട് അടുത്ത്, അല്ലെങ്കിൽ ആത്മാവിനോട് ഒരു കൂട്ടായ്മ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും പറയും. സഭായോഗത്തിന് ഇറങ്ങിയപ്പോൾ വണ്ടി പഞ്ചറായി. വണ്ടിയെ കൊണ്ട് മാറ്റി വെച്ചിട്ട് ബസ് കയറണം. ഇന്ന് പോകുന്നത് ദൈവഹിതമല്ല, അതാണ് പഞ്ചറായത്. ഇനി അത് സാത്താൻ പഞ്ചറാക്കി. ടയർ സമയത്തിന് മാറ്റുകയല്ല, കാറ്റ് ഉണ്ടോ ശ്രദ്ധിക്കുകയല്ല, ആമേൻ, പെട്രോൾ സമയത്തിന് അടിക്കുകയല്ല. അത്യാവശ്യത്തിന് പോയതാ, നെയ്യാറ്റിക്കര എത്തിയപ്പോൾ വണ്ടി നിന്നു. തിരുവനന്തപുരം വരെ എത്തണം. എൻ്റെ സമയം പോവോ? ഇതിനുള്ള ബുദ്ധി ദൈവം തന്നിട്ടില്ലേ? ആമേൻ. കൂടാരവാതിൽക്കൽ നിൽക്കുന്നവൻ കൊതിച്ചത് ആ മനുഷ്യനോട് സംസാരിക്കുന്ന ദൈവമേ, നിനക്കെന്നോട് സംസാരിക്കാൻ കഴിയില്ലയോ? വചനം കേൾക്കുന്നവരോട് പറയുന്നു, വചനത്തിന്റെ ഉറവയിൽ നിന്നൊരു ശബ്ദം നീ കേൾക്കണം. എഴുതി വയ്ക്കപ്പെട്ട വചനം പറയുന്നതായി കേട്ടാലോ? യെശയ്യാ 41, 42, 43, 45 ഒക്കെ കേട്ടിട്ട് എന്റെ ഉള്ളം പ്രസാദിക്കുന്ന ദിവസം. ഇങ്ങനെയൊക്കെ കുറെ ആക്ഷൻസിലാണ് നമ്മുടെ ജീവിതം. നിനക്ക് ഞാൻ മറവിടത്തിലെ നിഗൂഢ നിക്ഷേപ നിധികളെ തരും. ഈ ഒറ്റ ദൂതിൽ ഞാൻ എൻ്റെ ജീവിതം തീർത്തോളാം. അത് കോരേശനോട് പറഞ്ഞത്. കോരേശ് എൻ്റെ ഇടയൻ. ആമേൻ. എന്നോട് സംസാരിക്കുന്ന യഹോവ എവിടെ? എന്നോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവുമായുള്ള എൻ്റെ സഖ്യത എവിടെ? ഞാനത് കൊതിക്കുന്നുണ്ടോ? സങ്കീർത്തനം 1 പറയുകയാണ്, വായിച്ചോട്ടെ. സങ്കീർത്തനം 1:1 മുതൽ വായിച്ചോട്ടെ. സങ്കീർത്തന പുസ്തകം
കണ്ടോ, ദുഷ്ടന്റെ ആലോചന പ്രകാരം നീ എന്ത് ചെയ്യരുത്, നടക്കരുത്. അപ്പൊ അതറിയണമെങ്കിൽ ദുഷ്ടനാണെന്ന് അറിയണ്ടേ? ദുഷ്ടന്റെ വാക്കുകൾ നീ അറിയണ്ടേ? നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ബുദ്ധി നിനക്ക് തുറന്നു തന്നെന്ന് ആര് തന്നെ പറഞ്ഞിട്ടുണ്ട്? ദൈവം പറഞ്ഞില്ലേ? നന്മയും തിന്മയും എന്തെന്ന് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഈ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ഈ നേരെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒറ്റയടിക്ക് അങ്ങ് കാലെടുത്ത് വയ്ക്കോ? ഇവിടെ വരുമ്പോൾ നോക്കും, ഇവിടെ നോക്കും. ഞാൻ ഈ ചെറുതിലെ ഞങ്ങൾ ആരാധനയ്ക്ക് പോകുന്ന സമയത്ത് അവിടെ മൊസൈക്ക് തറയാണ്. അപ്പോൾ ഇവൾക്ക് ഇങ്ങനെ 1.5 വയസ്സ് കഴിഞ്ഞ് തത്തിപ്പിത്തി നടക്കുന്ന പ്രായം. വികൃതി എന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്ന ആൾ മിന്നൽ പോലെ അടുക്കളയിൽ നിന്ന് ഒരു പോക്ക് പോവും ഒക്കെ പോകും. അപ്പോൾ ഞാനിങ്ങനെ ഇതിങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്, ഓട്ടം കണ്ട്. അപ്പോൾ ആരോ വെള്ളം കൊണ്ടുപോയി വെള്ളം അവിടെ വീണ് കിടന്നു മൊസൈക്ക്. പുള്ളിക്കാരത്തി ഇങ്ങനെ പോണ പോക്കിൽ അവിടെ റൂട്ടുണ്ട്, ആ റൂട്ടിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോയപ്പോൾ വെള്ളമല്ലായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ വെള്ളം കിടന്നു. റിസ്കോ എന്ന് പറഞ്ഞാൽ അവിടേക്ക് പോയി. അവിടെ നിന്ന് മാന്തിപ്പുറക്ക് എഴുന്നേറ്റിട്ട് അവിടെ നോക്കുകയാണ്. കുറേ നേരം നോക്കി നിൽക്കുവാണ്. ഇങ്ങനെ ഇവിടെ വന്നു, അങ്ങോട്ട് പോയപ്പോൾ ഇല്ല, അങ്ങോട്ട് പുറത്തോട്ട് നോക്കി, അകത്തോട്ട് നോക്കി, ഇത് നോക്കി, ഈ ബുദ്ധി ഇവിടെ നോക്കി. കുഞ്ഞാണെങ്കിലും ശരിയല്ലേ, കാളക്കന്നിനെടുത്ത് ആറ്റിലെറിഞ്ഞ് നീന്തി കക്കരെ കയറും, ചാക്കിനകത്തിലിരുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ചിലർ നന്മയും തിന്മയും അറിയാവുന്നുള്ളൊരു ബുദ്ധിയില്ല. അപ്പോൾ ഈ കൊച്ചിന് മനസ്സിലായി ഇവിടെ എന്തോ ഒരു തിന്മ ഉണ്ടെന്ന്. ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അടുത്ത പ്രാവശ്യം വന്നപ്പോൾ മാറി ഓടി. വെള്ളം ഒരു തടസ്സമായിരുന്നു. മനസ്സിലായവർക്ക് അരമരത്തിന് മാത്രം. നമുക്ക് പലപ്പോഴും ആൾക്കാർ തടസ്സമാണ് ആരാധിക്കാൻ. ആമേൻ. വചനം കേൾക്കാൻ തടസ്സമാണ്. ദൈവങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ കൊതിക്കണം, ദൈവമേ നിന്റെ ശബ്ദം ഞാൻ കേൾക്കണം. എൻ്റെ ദുഷ്ടന്റെ ആലോചന പ്രകാരം നീ എന്ത് ചെയ്യരുത്, നടക്കരുത്. എനിക്ക് ദുഷ്ടനെ കുറിച്ചൊരു പ്രസംഗം എഴുതാനുണ്ട്. ഞാൻ ആ ദുഷ്ടനെ കുറിച്ച് ഞാൻ പഠിക്കാൻ പോകുന്നു. നീ കുരുങ്ങും. ദൈവത്തിൻ്റെ അടുക്കലേക്ക് നിന്നാൽ മതി, ഇരുട്ടെന്താണെന്ന് ദൈവം പറഞ്ഞു തരും. ദുഷ്ടന്റെ ഒരു പ്രവൃത്തി പറയാം, ഒരു പ്രവൃത്തി സിമ്പിളായിട്ട് പറഞ്ഞു. കള്ളം പറയുക, പറയാം, വഴിതെറ്റി കിടക്കുക എന്ന് പറഞ്ഞു പറഞ്ഞു, പോഷത്വം പറയുക, അനുസരണ കേട്ട് കള്ളം പറയുക പറഞ്ഞു, നിഗളം കാണിക്കുക, ദേഷ്യം കാണിക്കുക. ഞാൻ എൻ്റെ പര്യായം പറഞ്ഞു വിട്ടു. മോഷണം, ഹൃദയത്തെ നോവിക്കുക, അത്യാഗ്രഹം, ക്രിസ്ത്യ എന്നാണ് മനസ്സിലായത്. ആ മോഹം. അപ്പൊ ഇതൊക്കെ തിന്മയാണെന്ന് ഏത് ദുഷ്ടം പറഞ്ഞു തന്നു? നമ്മുടെ ബുദ്ധിയിൽ തന്നെ വന്നില്ലേ? എന്നാ പിന്നെ നല്ലതിന് എന്താ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത? ഇതിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാട്ടെ, സത്യമേ പറയാവൂ. നേരെ എങ്ങനെയാണോ നേരെ നടക്കണം? നേരെ നടക്കണം. അവിടെ ഭോഷ്ക്ക് പറയരുത്. അതുകൊണ്ട് കറക്റ്റാ, അത് ഭോഷ്ക്ക് നീ പറയരുത്. തികഞ്ഞ അനുസരണം കാണിക്കണം, താഴ്മ വേണം, ദേഷ്യപ്പെടരുത്, മോഹിക്കരുത്, മോഷ്ടിക്കരുത്. അതല്ലേ പറഞ്ഞതായിരുന്നു മോഷണം. അവളത് അപ്പോഴേ പറഞ്ഞു. അതല്ലല്ലോ നേരത്തെ പറഞ്ഞത്. നോവിക്കരുത് അല്ല, നോവിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇനി എന്ത് ചെയ്യരുത്? കളി പറയരുതെന്നല്ല, നോവിക്കരുത്. അത്യാഗ്രഹം പാടില്ല. അല്ല, അത്യാഗ്രഹം ഇവിടെ പറഞ്ഞു. അവിടെ എന്താ പറഞ്ഞത്? ദ്രവ്യാഗ്രഹം വേണ്ടെന്നാണ്. അപ്പൊ നമുക്കിത് അറിയാമോ ഇല്ലയോ? ഇനി ആ സങ്കീർത്തനം വായിച്ചട്ടെ. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെയും. അടുത്ത കണ്ടോ, ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കുന്നവന്റെ നടപ്പ് എവിടേക്കാ പോണെന്നറിയാമോ? പാപിയുടെ വഴിയിലേക്കാണ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹലോ, ശ്രദ്ധിച്ചാൽ ദുഷ്ടൻ ഒരു ആലോചന തന്ന് നിന്നെ നടത്തുന്നത് എവിടേക്കാ? പാപം ചെയ്യുന്നവൻ എന്ത് ചെയ്യും? മരിച്ചോളും. അപ്പോൾ നോക്കണം, ദുഷ്ടന്റെ ആലോചന നീ കേട്ടാൽ
നീ നടക്കുന്നത് എങ്ങോട്ടാ? പാപിയുടെ വഴിയിലേക്ക്. അപ്പോൾ ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴിയിൽ നിൽക്കാതെ അവിടെ പോയി നിൽക്കരുത്. നമുക്ക് ഇങ്ങനെ ഒരു ഭാവമുണ്ട്. എന്തെന്നറിയാൻ, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എന്തെന്നറിയാനൊരു 3 പേര് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അച്ചാറാണോ? ഇതേതാ പാലട്ട് അച്ചാറാണോ? മദ്യപിച്ചില്ലല്ലോ. ഹല്ലേലൂയ. ചിലർ വ്യഭിചാരം നടക്കുന്ന മുറിക്കകത്ത് കയറിയിട്ട് ഞാൻ വ്യഭിചാരം ചെയ്യാൻ വന്നോന്നില്ല, ഞാനത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാൻ കറക്റ്റാണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ഇത് നമുക്കെന്ത് ബന്ധം? ആമേ, നിന്നെ അതിന് ഇൻസ്പെക്ഷൻ വല്ല അയച്ചിട്ടുണ്ടോ? ശരി, ഒളിഞ്ഞു നോട്ടോ. അല്ല, ഞാൻ ഒളിഞ്ഞു നോക്കിയത് വേറെ ഒന്നുമില്ല, ഇത് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്ക് റിപ്പോർട്ട് കൊടുക്കണമല്ലോ. നോക്കേണ്ട കാര്യം നോക്കുകയില്ല, നോക്കാൻ പാടില്ലാത്ത കാര്യം നന്നായിട്ട് നോക്കുകയും ചെയ്യും. എല്ലാവരും ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങളിവിടെ ഉണ്ട്. അപ്പൊ ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കുക. നീ പാപിയുടെ വഴിയിൽ പോയി നിന്ന് എന്നെ കാണാൻ അവിടെ പോയി നിൽക്കണമെന്നാ ചോദിച്ചത്. ചിലക്ക് ഈ പുറത്ത് ശബ്ദം കേൾക്കുമ്പോൾ തെറി വിളിക്കുന്ന ആരോ അറിയാം തെറിയാണ് കേൾക്കാൻ, എന്നാലും എന്ത് ചെയ്യും? ചിലരുണ്ടല്ലോ, പുറത്ത് ആര് വന്നാലും അകത്തിരിക്കുന്നവരെല്ലാം ഫ്രണ്ടിലുണ്ട്. ആര് വന്നാലും എന്തെന്ന് അറിയാനൊരു മോഹം. ഇനി രഹസ്യത്തിൽ ചില പാപിയുടെ വഴിയിൽ നിന്നുള്ള ഒരു ഒളിഞ്ഞു നോട്ടം നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടുപോകില്ലയോ? ഹല്ലേലൂയ. വഴിയരികിൽ ഒരുത്തന്നെ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്നു. നമ്മൾ വണ്ടി നിർത്തി അവിടെ വന്നിട്ട് ബ്ലഡ് എങ്ങനെയൊക്കെ ചീറ്റുന്നു, ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ആൾ പുറംതരയെ തട്ടും തന്നിട്ട് നമ്മളെ വണ്ടിയിൽ അവരെടുത്ത് കയറ്റി കിടക്കും. കൂടാതെ മനസ്സിലായോ? അല്ല, നല്ല ഹൃദയമാണെങ്കിൽ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കാൻ പോയതാ. കൊണ്ടു നോക്കിയപ്പോൾ ഞാനും അജീഷും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. എവിടെ പോയപ്പോൾ ഒരു ആക്സിഡൻ്റ് എന്തോ നടന്നു, എന്തെന്നറിയാൻ പോയതാണ്. അപ്പോൾ കഴിഞ്ഞാൽ അജീഷിനെ കാണാനില്ല. അജീഷിനെ മറ്റൊരു പൊക്കിയെടുത്ത് വണ്ടിക്കകത്ത് പൊക്കി ഓർമ്മയില്ല, മറന്നു. പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന് തിരിച്ച് ഉണ്ടാക്കിയിട്ട് വന്നു. അതിൻ്റെ ഫലം അവന് കിട്ടുമായിരിക്കും, അല്ല കിട്ടുമല്ലോ. എന്നാൽ പാപിയുടെ വഴിയിൽ എന്ത് നടക്കുന്നു എന്ന് നീ എന്ത് ചെയ്യരുത്. പിന്നെ കൊള്ള സംഘം ഇരിക്കുന്നു, ചീട്ടുകളി സംഘം ഇരിക്കുന്നു, കഞ്ചാവ് അടിക്കുന്നവരിയ്ക്കുന്നു. അവിടെ പോയിട്ട് അളിയ പിന്നെ എന്തെന്ന് ചോദിക്കരുത്. റമ്മി കളിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്നിട്ട് ചിലക്ക് ഈ കൂട്ടുകാരികളുടെയും കൂട്ടുകാരന്മാരുടെയും പ്രണയ സല്ലാപങ്ങളുടെ ഇടയിലിരുന്നിട്ട് അറിയാത്തതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കേൾക്കണ മൊത്തം ഇതാണ്. ഇതും പറഞ്ഞ് അവർ ഫ്രീ ആയി. ഇതെല്ലാം ആരുടെ ഉള്ളിലായി? ഇതിനെ ചുമന്നുകൊണ്ട് രാത്രി തപിച്ച് നടക്കുവാണ്. അതുപോലെ എനിക്കായില്ലല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ. എന്നിട്ട് വചനം പറയുന്നത് നീ പാപിയുടെ വഴിയിൽ എന്ത് ചെയ്യരുത്. ആമേൻ. ദുഷ്ടന്റെ ആലോചന പാപിയുടെ വഴിയിലേക്ക് കൊണ്ടുപോകും. അടുത്ത വാക്യം. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നീ കുടിക്കണ്ടടാ, നീ ഇവിടെ ഇരിക്കുക. നീ രക്ഷിക്കപ്പെട്ട നീ പെന്തക്കോസ്തുകാരനാണെന്നറിയാം, എങ്കിലും നീ വന്നല്ലോ, വന്നതിന് വേണ്ടി ഒന്ന് ഇരിക്കുക. അപ്പോഴാണ് പ്യൂഹി വന്നു, പോലീസുകാർ പിടിച്ചോണ്ട് പോയി. ഇവൻ പറയാണില്ല, ഞാൻ അവിടെ പോയി എന്നെ അവരവിടെ ഇരുത്തിയതായി, എനിക്ക് ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല, നിന്റെ പേരിലായിരിക്കും ആദ്യം കേസ് ചാർജ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ പിന്നത്തേതിൽ ഇരിക്കേണ്ടി വരും. ശരിയോ തെറ്റോ? ഈ റെഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, കേട്ടിട്ടുണ്ടാവും. ബോംബെയിൽ ചുവന്ന തെരുവ്. അതിന് മുമ്പിൽ കൂടി ഞാനും ജിലോയും കൂടെ 4-5 വട്ടം നടക്കുന്നത് നിങ്ങൾ സ്ക്രീനിൽ കൂടെ കണ്ടെന്നു, ഒരു ഇതിൽ കൂടി കണ്ടു. ഒരാളവിടെ കൂട്ടുപിടിച്ചാണ്, അല്ലെങ്കിൽ മൊത്തം നിങ്ങൾ എനിക്ക് വിരോധമാകുമല്ലോ. അമ്മേ, നമ്മൾ അതിനിടയിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോർഡ് നോക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ജിനോ പറയാണ്, അല്ല അങ്ങോട്ട് നോക്കാം, ഇങ്ങനെ നോക്കാം. ഇത് കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഞങ്ങൾക്ക് നല്ല സർട്ടിഫിക്കറ്റ് തരും? നിങ്ങൾ റിസർച്ച് ആരംഭിക്കും. ഇവർ എന്തിനു പോയി, ഇവർ എന്ന് പോയി, ഇവരവിടെ ചെയ്തതെന്ത്, ഇവരുടെ അവിടെ പ്രവൃത്തി എന്ത്, നിങ്ങൾ വിലയിരുത്തിയിട്ട് എന്ത് ചെയ്യും? സൂക്ഷിക്കും ഇവരെ.
അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം, ഇന്നലെ ഞങ്ങൾ കണ്ടു, നിങ്ങൾ അവിടെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബിവറേജിൻ്റെ മുമ്പിൽ അജേഷും ഞാനും കൂടെ നിൽക്കണുണ്ട്. അത് അനന്ത് കണ്ടുകൊണ്ട് പോയി. പിന്നെ അവനിവിടെ വരുമോ? വരുമോ? അപ്പം ഇതാണല്ലേ പരിപാടി. നമ്മൾ നിന്നത് അവിടെ ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയാണ് നിന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ട്രാക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ വണ്ടി പാഞ്ഞു പോയപ്പോഴാണ് കണ്ടത്. ഇനി ട്രാക്റ്റ് കൊടുക്കേണ്ടടുത്ത് കൊടുത്താൽ മതി. എന്തിനാ ഈ പരിഹാസികളുടെ കൂടെ പോയി ട്രാക്റ്റ് കൊടുക്കാൻ പോയേ? അല്ല, പരിഹാസികളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മോനെ, നീ പിടിക്കപ്പെട്ടു പോവും. പുറകെ നിന്ന് വരുന്നവൻ നിന്നെ തള്ളി തള്ളി ക്യൂവിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ ഉള്ളൊരു ചിന്തയുണ്ടാവും, ആ കൗണ്ടറിൽ ഇരിക്കുന്നവന് കൊടുക്കണം. പുറകെ ഇരിക്കുന്ന ആൾ അങ്ങ് തള്ളി കൊണ്ടുപോകും. കൗണ്ടറിൽ എത്തുമ്പോഴാണ് തിരിഞ്ഞു നോക്കുമ്പോൾ അനന്തും. അല്ല പോലെ ഞാൻ ട്രാക്റ്റ് കൊടുക്കാം. എനിക്കാരും മനസ്സിലായി. ചെറുതാണോ വലുതാണോ എന്നൊക്കെ ചോദിക്കും. തലയാട്ടി ഞാനും കൂടെ ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ മുമ്പ്. പിന്നെ എന്തിനു പേടിക്കണം? പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ദുഷ്ടന്റെ ആലോചന എന്ത് ചെയ്യരുത്? നീ കേൾക്കരുത്. പാപിയുടെ വഴിയിൽ എന്ത് ചെയ്യരുത്? നിൽക്കരുത്. പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ എന്ത് ചെയ്യരുത്? ഇരിക്കരുത്. ഞാൻ ഇവിടെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. യേശുവിനെ കരുതുന്നതിന് മുമ്പ് എറണാകുളത്ത് ജോലി ചെയ്തു, 2000 ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു ഈ ലാസ്റ്റ് ഡേ പ്രയർ അതേ വരുന്നുള്ളൂ. അവിടെ ഒരു ഈ ബീച്ചിനകത്ത് മദ്യപിക്കുന്നത് ലാസ്റ്റ് ഡേയിൽ മദ്യപിക്കുന്ന സംഘങ്ങളാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരെല്ലാവരും പോയി. ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എന്നെയും കൊണ്ടുപോയി. നമുക്ക് അവിടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും അന്ന് കൂടും. ചേറായി ബീച്ച് അതെ. ഈ അവിടെ രസമാണ്. ഇങ്ങനെ ഓരോ സംഘങ്ങളായിട്ടിരുന്നിട്ടാണ്. ഈ പോലീസൊന്നും പിടിക്കാൻ പറ്റത്തില്ല. 31-ാം തീയതി മാത്രം രാത്രി കഴിക്കാം. ഈ കൊണ്ടുപോയവരൊക്കെ ഒരു 11:30 മണി 12 മണിയൊക്കെ ആയ സമയത്ത് ലെവലങ്ങ് മാറി. കുടിക്കാത്ത ഞാനൊരുത്തൻ, അതിനകത്തൊന്ന് ഒരുത്തൻ എഴുന്നേറ്റ് കുപ്പിയെടുത്തു, പിടിക്ക് ജീനെ പൊളിക്ക് വാ. ആദ്യമൊക്കെ അവർ സ്നേഹത്തിൽ പറഞ്ഞു നോക്കി, എന്നിട്ട് റിക്വസ്റ്റ് ചെയ്ത് നോക്കി, ഇന്ന് മാത്രം. അപ്പം ഞാൻ എതിർത്ത് നിന്നു. പിന്നെ അവൻ്റെ വിധം മാറി. അവർ 2-3 സംഘം ചേർന്നു. ഇന്നിത് ഇവനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ കാര്യം. ഹല്ലേലൂയ. സത്യത്തിൽ അന്നും ദൈവത്തെ വിളിച്ചു ഞാൻ. ആ സമയത്ത് ഈ കൂട്ടത്തിലുള്ള ഒരുത്തൻ തന്നെ അവർക്ക് വിരോധമായി എഴുന്നേറ്റ് എന്നെ രക്ഷിച്ചു. പിന്നെ ഞാൻ ആ കൂട്ടത്തിൽ പോയിട്ട്. ഹല്ലേലൂയ. നീ വാങ്ങാനും പോകരുത്, വാങ്ങിക്കൊടുക്കാനും പോകരുത്, വാങ്ങിക്കൊടുക്കാൻ പോകരുത്. ഇതിനകത്തും ദൈവത്തിൻ്റെ ആത്മാവിൽ ദൂത് പറയുന്നു, ചിലതിനെ സഹായിക്കാൻ എന്നതുപോലെ കൊടുക്കരുത്, പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവശ്യമില്ലാത്തൊരു സാധനം മോനെ അവിടെ കടയിൽ പോയിട്ട് നീ എനിക്ക് അവിടെ നിന്നൊരു ഈ ലിസ്റ്റിൽ കാണുന്ന ഒരു സാധനം വായിച്ചിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഒന്നും മതി, കേൾക്കാത്ത മതി. എന്ത് ചെയ്യരുത്? പരസഹായം ചെയ്യാൻ പോകരുത്. ചിലപ്പോൾ വേറെ എന്തെങ്കിലും വൃത്തിയുടെ സാധനമാണ് വാങ്ങിക്കാൻ പറഞ്ഞെങ്കിലും ആദ്യം ആളെ നോക്കണം, ലിസ്റ്റ് നോക്കണം. അത് കാലില്ലാത്തതാണോ എങ്കിൽ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ട്രാപ്പ് സൂക്ഷിച്ചോളണം. ദുഷ്ടന്റെ ആലോചന എന്ത് ചെയ്യരുത്? കേൾക്കരുത്. പാപിയുടെ വഴിയിൽ എന്ത് ചെയ്യരുത്? നിൽക്കരുത്. പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ എന്ത് ചെയ്യരുത്? ഇരിക്കരുത്. എളുപ്പത്തിൽ എഴുന്നേറ്റ് വരാൻ പറ്റത്തില്ല. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ യൗവനക്കാരായിട്ട് നടന്ന സമയം, ഇവരുടെയൊക്കെ പ്രായത്തിൻ്റെ സമയത്ത്, അന്ന് യേശുവിനെ അറിഞ്ഞിട്ടില്ല, ജാതിയാണ്, പള്ളികളിലൊക്കെ പോകും. രാത്രി മീൻ പിടിക്കാൻ പോണ ഒരു സ്വഭാവം. അപ്പോൾ പലയിടങ്ങളിലും നമ്മൾ രാത്രി 12 മണിക്ക് ശേഷം പോയി മീൻ പിടിക്കും. ചാക്ക് മീനുണ്ടാവും, ഒരു ചാക്ക് നിറയെ മീനുണ്ടാവും. സിലോപ്പിയാനും ഇങ്ങനെയുള്ള തിലോപ്പിയ, ഇങ്ങനെ ഒരുപാട് മീനുണ്ടാവും. അപ്പോൾ ഞങ്ങൾ 6-7 പേര് ഉണ്ടാവില്ല. മീൻ കൊതിയ ഞാനാണ്. ബാക്കി എല്ലാവരും എനിക്ക് വേണ്ടിയാണ്. പക്ഷെ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇവരെല്ലാവരും ചുമക്കും. ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ ഇവരെ വിശ്രമിക്കുമ്പോൾ അവിടെ ഇരിക്കും. ഇതിൽ 2 എണ്ണത്തിൻ്റെ പരിപാടി വല്ലവരെയും തിങ്ങിക്കയറി കരിക്ക് മോഷ്ടിക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ ഞാൻ ഒരു ദിവസം പേടിച്ചു പോയി. കാരണം നമുക്കൂടെ ഇഷ്ടംപോലെ തെങ്ങുണ്ട്. അത് 3000 തേങ്ങ. അപ്പോൾ ഞാൻ അവിടെ നിന്നിങ്ങനെ ചിന്തിക്കുകയാണ്, ഇപ്പോഴെങ്ങാനും പോലീസ് വന്നാൽ, ഇപ്പോഴെങ്ങാനും ഇതിൻ്റെ ഉടമസ്ഥൻ വന്നാൽ തെങ്ങിൽ പിടിച്ച് കെട്ടി വയ്ക്കത്തില്ലയോ? അപ്പോൾ പറയുകയാണ്, ഞാൻ ജോർജ് സാറിൻ്റെ മകനാണ്, ഞാൻ അങ്ങനെ വന്നതല്ല, ഞാൻ ഈ മീൻ ചുമക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞാൽ വിടുവോ? സത്യത്തിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി. അതുകൊണ്ട് ആ കൂട്ട് ഞാൻ പിന്നെ ചെയ്തില്ല. അവനോട് ഈ കരിക്ക് പറിക്കാൻ പോകുന്നവനെ ആ കൂട്ടിൽ വിളിക്കാറേ. എന്തെങ്കിലും ഒരു നാൾ എന്ത് ചെയ്തോളായി. അതുകൊണ്ട് ദൈവമക്കളെ,
ഇപ്പം നിങ്ങൾ മീൻ പിടിക്കാനും രാത്രി പോകണ്ട, ഞാൻ പറയുവാണ്. നിങ്ങൾക്കല്ലാത്ത സാധനങ്ങൾ പിടിക്കാനും ഇപ്പോൾ കിട്ടുമല്ലോ. അതുകൊണ്ട് പിടിക്കാൻ പോകുമ്പോൾ സൂക്ഷിച്ചോളണം. ചേരേണ്ടതിനെ ചേർക്കാം. നിങ്ങൾ വാതിലിടെ ചുറങ്ങാൻ പോകുമ്പോൾ ഒറ്റയ്ക്ക് വേണം പോകാൻ. കർത്താവ് കൂടെ വരും. കൂടെ നിങ്ങൾ പലരുമായിട്ട് എന്ത് ചെയ്യരുത്, പോകരുത്. വാതിലടയ്ക്കുമ്പോൾ പുറത്തുള്ള നമുക്ക് തോന്നും പാപം, ഭക്തി മൂത്ത് നേരത്തെ കിടന്ന്. അടുത്ത വാക്യം. അപ്പൊ നീ എന്തിനു സന്തോഷിക്കണം? യഹോവയുടെ ന്യായപ്രമാണത്തിൽ, ദൈവവചനത്തിൽ സന്തോഷിക്കണം. എന്തോ സന്തോഷിക്കാൻ? അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. കൊതിയുള്ളവൻ സന്തോഷിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നൊരു ശബ്ദം ദൈവത്തിൽ നിന്ന് നീ കേട്ടാലോ? ഒരു പ്രവാചകന്റെ വായിൽ കൂടി കേൾക്കാതെ ഒരു ദൈവത്തിൽ നിന്ന് നീ കേട്ടാലോ? ഒരു അശരീരി പോലെ കേട്ടാലോ? നിന്നെ ആർക്ക് തടയാൻ പറ്റും? ഇപ്പോഴത്തെ എല്ലാ അലച്ചിലുകളും ഉടൽച്ചകളും മാറില്ലേ? ദൈവവചനത്തിലുള്ള പാഷൻസ് മാറില്ലേ? എന്തുകൊണ്ട് വചനം പഠിപ്പിക്കുന്നു? എന്തുകൊണ്ട് അടിസ്ഥാനമിട്ട് പഠിക്കുന്നു? കർത്താവ് വീണ്ടും പറയുന്നു, എബ്രായ പുസ്തകത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ എൻ്റെ ന്യായപ്രമാണത്തെ എഴുതും. ആക്കി വയ്ക്കുമെന്നല്ല, നിന്റെ ഹൃദയ പലകമേൽ എഴുതും. വചനമകത്ത് ദൈവം എഴുതണം. ഈ കേട്ട വചനം ദൈവശബ്ദത്തിൽ കൂടിയാണ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞില്ലേ, നേരത്തെ പാടിയ പാട്ടേതാ? ആരാധനയ്ക്ക് യോഗ്യൻ എന്നുള്ളൊരു പാട്ട് പാടുമ്പോൾ അതിൽ കൂടി ദൈവം ഇടപെടും, ശരിയാ. പക്ഷെ ഒരു വചനം ഒരുത്തൻ കേൾക്കുമ്പോൾ മിന്നായം പോലെ, വെള്ളിടി പോലെ അത് ഹൃദയത്തിനകത്ത് കീറി മുറിച്ചുകൊണ്ട് കടന്നു പോകണം. ആമേൻ. നമുക്ക് ആകെയുള്ളത്, നിന്നെ ഞാൻ ഒരു നാൾ കൈവിടില്ല, നിന്നെ ഞാൻ സൗഖ്യമാക്കും, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴേ ഭയങ്കര സന്തോഷം. നമുക്കെപ്പോഴും ആശ്വാസം മതി, അറിവ് വേണ്ട. ദൈവം ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ ആശ്വാസം മാത്രമാണ് തരുന്നത്. മോനെ, നിന്നെ ഞാൻ തോളത്തിട്ട് ചുമന്നുകൊണ്ട് നിന്നെ കൊണ്ടുപോയി ഞാൻ എല്ലാം ചെയ്ത് കാണിച്ചാൽ അതല്ല. ഇച്ചയൊക്കെ കഴിച്ചിട്ട് ഒരു കാലം വരെ ഉള്ളൂ. എല്ലാ കാലവും ഹണിമൂണാണ് അല്ല. അഭ്യസനം വന്നതിന് ശേഷം ഒറ്റയ്ക്ക് അയക്കും. നീ അവിടെ പോയി ആരുടെ പ്രവൃത്തി ചെയ്യണം? ദൈവത്തിന്റെ വായായിരിക്കണമെങ്കിൽ ആ ശബ്ദം കേട്ടിരിക്കണ്ടേ? ഹല്ലേലൂയ. ഞാനിതിന് രണ്ട് കാര്യങ്ങൾ പറയാണ്. ഒന്ന്, ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കേട്ടൊരു ശബ്ദമാണ്, എൻ്റെ ആത്മാവിനെ നിനക്ക് ഞാൻ പകർന്നു തരും. അതിൻ്റെ ഹൃദയത്തിനകത്തേക്ക് അങ്ങ് പതിയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് ദൈവശബ്ദം ഞാൻ കേൾക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണമെന്ന് നീ കരുതുന്നു? വെള്ളിവാൾ പോയി. ഹല്ലേലൂയ. ആമേൻ. ഞാൻ നിന്നെ സൗഖ്യമാക്കും, ഞാൻ നിന്നെ വിടുവിക്കും. ഇതൊക്കെ ദൈവത്തിൽ നിന്ന് കേൾക്കണം. ഇറ്റ്സ് എ പാഷൻ. 1000 വായുകൾ കൂടെ കേട്ടാലും, 1000 പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടാലും, നിങ്ങൾക്കകത്തൊരു പാഷൻ വെളിപ്പെട്ടില്ല എങ്കിൽ, നിങ്ങൾക്കതൊരു ആവശ്യമായി തോന്നിയില്ല എങ്കിൽ, നിങ്ങൾ വെറും കുരിശടി പ്രാർത്ഥനക്കാരായി മാറും. ആമേൻ. കുരിശടി പ്രാർത്ഥന അറിയാലോ, വൺ വേ ലൈനാണ്. നേരെ മുറിച്ച് ശബ്ദം കേൾക്കുന്നവൻ, അതിവിടെ നേരത്തെ പറഞ്ഞ് പ്രാർത്ഥനാ മുറിക്കകത്ത് എഴുന്നേറ്റ് വരുന്നവൻ ആ വീടിനൊരു അലങ്കാരമാണ്. അവളൊരു അലങ്കാരമാണ്. ദൈവത്തെ അവരുടെ മുഖത്ത് നോക്കിയാൽ കാണാം, ദൈവപ്രവൃത്തി അവരിൽ നിന്ന് ഒഴുകുന്നത് കാണാം. ആമേൻ. ഇതിന്റെ അടുത്ത വാക്യം വായിച്ചേ, ന്യായപ്രമാണത്തിൽ. അച്ചു വായിച്ചാട്ടെ, അച്ചു ആനയൊക്കെ വായിച്ചാട്ടെ. നീ വല്ലവരുടെ ന്യായപ്രമാണത്തിൽ എന്ത് ചെയ്യരുത്? സന്തോഷിക്കരുത്. മനുഷ്യരുടെ വാക്കുകളിലല്ലേ നമ്മൾ പലപ്പോഴും സന്തോഷിക്കുന്നത്. അതേ മനുഷ്യരുടെ വാക്കുകളിലല്ലേ നമ്മൾ പലപ്പോഴും വീണു പോകുന്നത്. അതേ മനുഷ്യരുടെ വാക്കുകളല്ലേ നമ്മളെ ചതിക്കുന്നത്. ഇപ്പം പലരും ഇപ്പം ഈ മയക്കുമരുന്ന് വേട്ട നടക്കുന്നുണ്ടോ? ഒരുത്തൻ ആ സാധനം പൊതിയോടുകൂടെ അങ്ങ് വിഴുങ്ങി, ഇടിക്കാതിരിക്കാൻ ചത്തു. വാർത്ത കിടക്കും. 23 വയസ്സുകാരൻ പോലീസ് പിടിച്ചാൽ ജയിലിലാവും. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? പിടിക്കാൻ വന്നപ്പോൾ കയ്യിലിരുന്ന കഞ്ചാവല്ല, ആ സാധനം, ആ ഗുളിക
നിങ്ങൾ ആരിൽ നിന്നും ഒരു മിഠായി പോലും വാങ്ങിച്ച് കഴിക്കരുത്. സ്കൂളുകളിൽ നിന്നും മിഠായി കൊണ്ടുവരുമ്പോൾ കൂട്ടുകാരാകട്ടെ ആരെങ്കിലും കൊണ്ടുവരുന്ന ഒരു സാധനം വാങ്ങിച്ചിട്ട് ഐസ്ക്രീമല്ലേ കാണാൻ കിടന്ന് അടിക്കുമ്പോൾ എന്ത് ചെയ്യരുത്. ഇറങ്ങിയിട്ടുണ്ട്, അത് ഒരിക്കൽ കഴിച്ചാൽ പിന്നെ അതിനുവേണ്ടി കൊതിക്കും, ആസക്തിയിൽപ്പെട്ടു പോകും. ഏറ്റവും കൂടുതൽ യൗവനക്കാരെ, യുവതലമുറകളെ, യൗവനമൊന്നുമല്ല, സ്കൂൾ കുട്ടികളെ, 8ാം ക്ലാസ്സും 5ാം ക്ലാസ്സും മുതലുള്ള കുട്ടികളെയാണ് ഉപയോഗിക്കുന്നത്. അവിടെ മക്കളെ ഒരാളേന്നും മുട്ടായി വാങ്ങിക്കരുത്. കൊണ്ടുവരും കൂടെ അത് തടുക്കണം. സ്കൂളുകളിൽ നിയമങ്ങൾ കൊണ്ടുവന്നു. ഇങ്ങനെ കാസർഗോഡ് മുതൽ ഇവിടെ കളിക്കാവുള്ളവരെ ഭയങ്കര പരിപാടിയാണ്. കുറേ എണ്ണൊക്കെ ഒതുങ്ങിയിരിക്കുന്നു, അടുത്ത് എഴുന്നേക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒതുങ്ങിയിരിക്കണേ. അത്ര പൈസയാ. 2 വ്യാപാരം നടത്തിയത്. പക്ഷെ നോക്കിക്കോ, ഇത് അന്ത്യകാലത്തിൻ്റെ ഒരു ശാപമായി അലയടിക്കുവാണ്, ആഞ്ഞടിക്കുവാണ്. നമ്മുടെ തലമുറകൾ അതിൽ വീണു പോകാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പിൻ. ഡോക്ടറാക്കാനും എഞ്ചിനീയറാക്കാനും വേണ്ടി പ്രാർത്ഥിക്കാതെ തലമുറകൾ ഈ ശാപങ്ങളിൽ, നേരത്തെ പറഞ്ഞ പോലെ ദലീലമാരിലും, ദലീല യഹൂദക്കാരിയല്ലല്ലോ, ആണോ? ദലീലക്കാരിലും കരടികളിലൊന്നും വീഴാതിരിപ്പാൻ എന്ത് ചെയ്യണം? അവൻ വഴിതെറ്റിപ്പോകാതിരിപ്പാൻ പ്രാർത്ഥിപ്പേൻ. ഇന്നലെ ഒരു അമ്മ വന്നിട്ട് എൻ്റെ മോള് ജർമ്മനി പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവളാദ്യം ഗുണപ്പെട്ടാൽ മതി. അതവരോട് പറഞ്ഞു. അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർ സ്വീകരിച്ചു. ഒരു 100 ശേഖരം എനിക്ക് തന്നിട്ടാണ് പോയത്. ഇങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടില്ല. അന്യഭാഷയൊക്കെ വരും. എൻ്റെ സഹോദരൻ, ഞാൻ നിങ്ങളെ ഗുണപ്പെടുത്തുന്നതിനേക്കാളും എനിക്കെന്നെ ഗുണപ്പെടുത്താൻ എളുപ്പമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഈ കേൾപ്പിക്കുന്ന വചനം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളതാണ്. ഇന്ന് സഭയോട് സംസാരിക്കുന്ന വചനം കണ്ടോ? കൂടാരവാതിൽക്കിൻ്റെ പുറത്ത് നിൽക്കുന്നവൻ കൊതിച്ചു മോശയോട് സംസാരിച്ചതുപോലെ എന്നോടൊന്ന് സംസാരിക്കും. ആമേൻ. ദൈവത്തിൻ്റെ മറുപടി, മോശയോടുകൂടെ ഞാൻ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഞാൻ ഇരിക്കും. ഇനി വായിച്ചട്ടെ യോശുവയുടെ പുസ്തകത്തിൻ്റെ ഭാഗം. യോശുവ 4:5. ഒരു അതിര് വരെ പറയുക. ദൈവം പറയുകയാണ്, നിനക്ക് ഞാൻ ഒരു അതിര് നിശ്ചയിച്ച് തന്നെ എന്ത് ചെയ്യും? ഞാൻ നിന്നോട് കൂടെ ഇരുന്നാൽ ചില അതിരുകൾക്കടുക്കിലേക്ക് നീ എത്തും. ഞാൻ നിന്നോട് കൂടെ. പലരുടെയും വിചാരം എന്തെന്നറിയാവോ? തങ്ങളുടെ അധ്വാനം കൊണ്ട്. നമ്മൾ ദൈവം പഠിപ്പിക്കുന്ന ഒരുപാട് വിധങ്ങളുണ്ട്, ഒരുപാട് രീതികളുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മളെ പഠിപ്പിക്കുന്ന ധനത്തിൻ്റെ വിഷയത്തിലാണ്, ഇഹലോക ചിന്തകളിൽ നിന്ന് പുറത്തു വരാനൊക്കെയാണ്. അപ്പോൾ എനിക്കൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവവുമായുള്ള എൻ്റെ ബന്ധത്തിൽ വേണം ഞാൻ ഇതൊക്കെ നിവൃത്തീകരിച്ച് കൊണ്ടുപോകാൻ. ആമേൻ, ഹല്ലേലൂയ. എല്ലാവരെ പോലെ ജീവിക്കാനും ആഗ്രഹിക്കരുത്. ഇതിനകത്ത് ജയാളികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ ക്രിസ്തുയേശുവിലേക്ക് നോക്കുക. കർത്താവ് ജയിച്ചിരിക്കാൽ നീയും എന്ത് ചെയ്യും? ഹല്ലേലൂയ. അപ്പോൾ നമുക്കൊരു നായകൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നാണ് പോയത്. അജേഷാണത് വായിക്കേണ്ടത്. അജേഷിൻ്റെ നായകൻ ആരാ? യേശു രാത്രി മൊബൈലും വന്ന് സമയം കളയുന്നവനല്ല. ആമേൻ, ഹല്ലേലൂയ. ബ്ലസ്സിലേക്ക് ഓടി നടക്കുന്നവനല്ല. അടങ്ങിയിരിപ്പാൻ കഴിവുള്ളവനാണ് എൻ്റെ കർത്താവെങ്കിൽ ആ കർത്താവ് തന്നെ പഠിപ്പിച്ചത് നീ ചെയ്യണം. ആ ഭാഗം എത്തുമ്പോൾ മാത്രം ഇരുട്ട്. മനസ്സിലാകുന്നില്ല. മനസ്സിലായില്ലേ? ഹല്ലേലൂയ. ഒരു കഠിനമായ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ്. 4 ലെവലുള്ള ഇൻ്റർവ്യൂ. ഞാനാണെങ്കിൽ അറ്റൻഡ് ചെയ്യത്തില്ല, ഉള്ളത് പറയാം. എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ സാഗൂതം നോക്കി അവനെ. ആ ഇൻ്റർവ്യൂവിനൊക്കെ സൈൻ എന്ന SIGN ആണ് സൈൻ. അത് അവൻ വായിക്കുന്ന സിൻ എന്നാണ്. അതാണ് യോഗ്യത. പക്ഷേ ആ കഠിനമായ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ വായിച്ച് മനസ്സിലാക്കി മറുപടി കൊടുക്കാൻ ദൈവം ജ്ഞാനം കൊടുത്തു. ഇത് മാത്രം ദൈവം എനിക്ക് കാണിച്ചു തന്നു. കാരണം അപമാനിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എനിക്കത് അവനെടാതെ സൈനാണ്. ഞാൻ ഇതെന്തിനു പറഞ്ഞ അവമാനിക്കാൻ പറഞ്ഞതല്ല, അത്രയേ അവന് ജ്ഞാനമുള്ളൂ. പക്ഷെ കഠിനമായ ടെസ്റ്റ് 4 ലെവലാണ് പാസ്സായത്. ഇവർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസൊക്കെ പാസ്സാവണമെങ്കിൽ സിമ്പിളായിട്ട് പാസ്സാവും.
അപ്പോൾ അതിലൊരു നന്മ വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഒന്നുമില്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ തന്നെ പഠിപ്പിച്ച് ഇതിലും വലുത് വേറൊന്നും വരാനുണ്ട്. ആമേൻ. ഈ കർത്താവിൻ്റെ മുമ്പിലുള്ള ഇൻ്റർവ്യൂവിൽ മാത്രം നമ്മൾ പരാജയപ്പെടരുത്. ഇങ്ങനെ നമ്മളെ എവിടെയാണെങ്കിലും കർത്താവിനോട് കൂടെ നടന്നുകൂടെ, എവിടെയാണെങ്കിലും ദൈവവുമായിട്ടൊരു അഗാധ ബന്ധത്തിലായിരുന്നൂടെ. ഹല്ലേലൂയ. ഇപ്പോൾ ഞാനിപ്പോൾ ദുബായിൽ പോകുന്നു, ഓന്തുപോലെ ഞാനങ്ങ് മാറുമോ? ഹലോ, എന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഏരിയയിലാണ്. നിങ്ങൾ ആരും അവിടെ TV ഷോ പോലും ഇല്ല, ആർക്കും കാണാൻ പറ്റാത്ത ദൈവം കാണും എന്നെ. അതല്ലേ പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ രാത്രി വാതിലടച്ച് കിടക്കുമ്പോൾ നിങ്ങൾ കൂടെ കൂട്ടിയവരെയൊക്കെ പുറത്താക്കിയിട്ട് വേണം കിടത്താൻ. നീ ഒറ്റയ്ക്ക് കിടന്നാൽ മതി. കല്യാണം കഴിഞ്ഞെങ്കിൽ നിങ്ങൾ രണ്ടും കിടന്നോ. എന്തോ അങ്ങനെ പറയാൻ തോന്നുന്നു. ഒന്ന് 9 മണിയായി കഥ അടച്ച് കിടക്കാനും. ഞാൻ ആരെയും നോക്കുന്നു. അടുത്ത വാക്യം. അടുത്ത അതാണ് വാക്ക്. ഞാൻ മോശയോട് കൂടെ. നീ കൊതിച്ചത് അതാണ്. ആ കമ്മിറ്റ്മെന്റ് കണ്ടോ ദൈവത്തിന്റെ? നിങ്ങൾ തൽക്കാലം യേശുവിനെ വിട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കോംപ്രമൈസുകൾ. നീ ദൈവം, ഞങ്ങൾ ബലഹീനർ, ഞങ്ങളെ ഈ മാംസത്തിലല്ലയോ നീ സൃഷ്ടിച്ചിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോളെ. നമുക്ക് മുമ്പിൽ ജയാളികളുടെ വലിയൊരു സമൂഹമുണ്ട്. അടുത്ത് കേട്ടോ, ഇസ്രായേൽ ജനത്തോട് കൂടെ ഇരുന്നത് പോലെ എന്നാണോ പറഞ്ഞത്? അവൻ കൊതിച്ചത് അതാണ്. ഇസ്രായേലിനോട് കൂടെ ഇരുന്നത് പോലെ ഇരിക്കണമെന്നല്ല അവൻ ആഗ്രഹിച്ചത്. അവൻ കണ്ടത് ദൈവത്തോട് സംസാരിക്കുന്ന ദൈവപുരുഷനെ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസഭയെ നിനക്ക് പ്രവചിക്കാൻ കൊതിയുണ്ടോ? ആമേൻ. സുവിശേഷം ചെയ്യാൻ കൊതിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. ഒരു വ്യക്തിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഞാനിപ്പോൾ പറയുകയാണ്, ഇപ്പോൾ ഒരാളുടെ അടുക്കലേക്ക് നിങ്ങൾ ചെന്നു, എന്തിനാണെന്നറിയോ? ഇത് അവരെ കൊണ്ടുപോയിട്ട് താലോലിച്ച് ജീവിക്കാനല്ല, പറഞ്ഞിരിക്കുന്ന പാപങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കണം. പ്രവാചകന്റെ ജോലിയാണ്. പ്രവാചകൻ സഭയുടെ കണ്ണായിരിക്കും. ഹല്ലേലൂയ. അല്ലാതെ അമേരിക്ക കൊണ്ടുപോയി എന്നെ അവിടെ ട്രംപാക്കുന്നൊന്നും അല്ല പറയണേ. സഭയ്ക്കകത്ത് പ്രവാചകൻ പാപത്തോട് കയറി വന്നവനെ നോക്കിയിട്ട് പറയും, അവനെ നോക്കി പറയും, നീ ഇന്ന സ്ഥലത്തിരുന്നു, നീ ഇന്ന ഇത് വെളിപ്പെടുത്തി കിട്ടാൻ കൊതിയുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദേവദാസന്മാരൊക്കെ വരുമ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയും, ഞാനിരിക്കണ ഇങ്ങനെയാണ്. നമ്മൾ ഈ സമയം താമസിച്ച് വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെ പോയിട്ടില്ലേ നിങ്ങൾ? ചന്തി മാത്രം പുറകിൽ അല്പമായിരിക്കും, ബാക്കിയെല്ലാം അങ്ങ് പോവാ. വണ്ടിക്കും വേഗത്തിലാണ് നമ്മുടെ മനസ്സോടിക്കൊണ്ടിരിക്കണേ, സമയത്തിന് ഇറങ്ങുകയല്ല. ഈ ഒരു പാഞ്ഞു പോക്കാണ്. ആണുങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാമെന്നാണ് വിചാരം. ഞാൻ നാളെ നോക്കുമ്പോൾ അത്യാവശ്യം ഞാനൊരു 70 പോവുക, ഒരു ബന്ധുവെച്ച് 90 വെച്ച് അടിക്കുന്നു. എനിക്ക് മനസ്സിലായി ഇത് ഓഫീസിൽ പോണ പോക്കാണ്, സമയം പിടിക്കാനുള്ള ഓട്ടമാണ്. ഹല്ലേലൂയ. ഇവിടെ നോക്ക്, നീ ആഗ്രഹിക്കുന്ന ദൈവം നിനക്ക് തരും. ആത്മാവിനെ ആഗ്രഹിച്ചാൽ ആത്മാവിനെ ദൈവം പകരും. വേണ്ട ശൈലേശ്വരി, ആ ഏരിയയിൽ ഒരു പ്രവാചിയെ പോലെ എഴുന്നേറ്റ് നടക്കുക. വന്ന് വെല്ലുവിളിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ വാ കൊണ്ട് ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിക്കുക. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ നാവിനെയും വായൊക്കെ ദൈവം ഉപയോഗിക്കും. മർമറിങ് പോലും ഒരു ചെട്ടിപ്പോവും. ആമേൻ. കൊതിയുണ്ടോ സ്വരം? അടുത്ത വാക്യം അടുത്ത് പറയുന്നുണ്ടോ? നീ ചോദിച്ചത് ഇത് മാത്രമല്ലേ, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. എന്നിട്ട് പറയാണ്, ഞാൻ നിന്നെ എന്ത് ചെയ്യില്ല, കൈവിടുകയില്ല. ഇതേ വാക്ക് എന്തുകൊണ്ട് ദൈവം മോശയിൽ കൂടി യോശുവയോട് പറഞ്ഞില്ല? ഹല്ലേലൂയ, ആമേൻ. എന്തുകൊണ്ട് നിങ്ങളോട് പലതും എന്നിൽ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കണം എന്നറിയാമോ? അത് ആഗ്രഹിക്കുന്നില്ല. നമ്മളെ പാസ്റ്റർ എല്ലാം പറഞ്ഞു തരും.
മോശയിൽ കൂടി യോശുവയെ കുറിച്ചൊരു പ്രവചനം ചെയ്തില്ല. അവൻ മലയിൽ കയറാൻ നിന്നപ്പോൾ തന്നെ തടുക്കുകയാണ് ചെയ്തത്. നീ മാത്രം കയറി വന്നാൽ മതിയെന്നോ. ആ പാവത്തിന് എന്തൊരു സങ്കടം തോന്നിയിട്ടുണ്ടാവുന്നു. അപ്പോൾ ഇല്ല യോശുവേ, നിന്റെ കൊതി എനിക്കറിയാം. മോശയോട് പറഞ്ഞ നീ തൃപ്തനല്ല. നിനക്ക് എന്നിൽ നിന്ന് നേരിട്ട് കേൾക്കാനല്ലേ കൊതി. ഞാൻ നിന്നോട് നേരിട്ട് സംസാരിക്കും. എത്രർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ഇങ്ങനൊരു ദൈവശബ്ദത്തിനായി കൊതിക്കണം കേട്ടോ. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ ഭയപ്പെടേണ്ട, ഒരു കാലത്തും നിന്റെ നേരെ ഒരുത്തരം നിൽക്കത്തില്ല. ആമേൻ. മറ്റേ പുള്ളിക്ക് കൊടുത്തതിനേക്കാളും വേറെ ചില കാര്യങ്ങൾ, യുദ്ധം ചെയ്യാൻ അഭ്യസിപ്പിക്കുന്നവരോട് പറയാനുള്ള വേറെ കാര്യങ്ങൾ, മോശയോട് എല്ലാം പറയുമ്പോൾ യോശുവോട് പറയുന്ന കാര്യം കണ്ടോ, നിന്നെ ഞാൻ യോദ്ധാവായി നടത്തും. അപ്പോൾ മോശയാണെങ്കിൽ കിടന്ന് നിലവിളിക്കുക, എന്നെ തയ്ക്കരുതേ, ഞാൻ വിക്കരാണേ, ഇതെല്ലാം പറയും. യോശുവ സാഹൂതം കേട്ടുകൊണ്ട് നിൽക്കുന്ന യോശുവ അവരോട് ദൈവം പറയാണ്, നീ ഭയപ്പെടേണ്ട. മനസ്സിലായി? ഈ കാണുന്ന കള്ളന്മാരെയൊക്കെ അടിക്കാനുള്ള ധൈര്യം ഇതൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലെന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ കർത്താവ് പറയും, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. ഞാനങ്ങനെ പ്രവചിക്കും, നീ ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ ആത്മാവത്തിലെ പ്രവചിക്കുന്നത്. ഞാനങ്ങനെ ഈ ശുശ്രൂഷ ചെയ്യും. പ്രസംഗിക്കുന്നതായിട്ട് എത്ര പേര് സ്വപ്നം കാണുന്നു. ഒരു പാഷൻ ഉള്ളതുകൊണ്ട് അവനൊരു പ്രസംഗകനായി വളർന്നു വരുന്നേ. പ്രസംഗിക്കണമെന്നൊരു പാഷനുണ്ട്, അതിനൊരു വില കൊടുക്കുന്നുണ്ട്. മറ്റു പല കാര്യങ്ങൾക്കില്ലെങ്കിലും പ്രസംഗകൻ എഴുതിയിട്ട് വരുന്നില്ലേ. ഇതേ കാര്യം ഞാൻ കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു, 8:30 വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ ആളെ കിട്ടില്ല. ഹല്ലേലൂയ. ആഗ്രഹമുണ്ടോ? ഉണ്ട്. എത്ര ഉണ്ട്? ഇല്ലോളം. ആമേൻ. ഞാനാണോ ഈ വചനം എല്ലാം പറഞ്ഞു കൊടുത്തേ? ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കണം. ആമേൻ. നിന്റെ കയ്യിൽ ദൈവം ഇട്ടു തരുന്നതിനെ അതിനെ വാഴ്ത്തി വർദ്ധിപ്പിക്കുവാനുള്ള ശക്തി നിന്റെ അകത്തുണ്ട്, നിന്റെ വായിലുണ്ട്, നിന്റെ ഹൃദയത്തിലുണ്ട്. നീ പറയുന്നത് നിന്റെ അവകാശമായി തീരും. നല്ല പറയില്ല, അയ്യോ എന്തായി തീരുമോ. അവൻ എഴുന്നേൽക്കുകയില്ല. ആമേൻ. ദൈവം പ്രത്യാശയോട് പറയും, ഞാൻ നിന്നെ സഹായിക്കും. എപ്പോൾ സഹായിക്കും? ഇന്നലെയും കേട്ടത് തന്നെ, ഇന്ന് സഹായിക്കും. ഇങ്ങനെ പോയാൽ കഴിഞ്ഞാൽ എങ്ങനെ? നിന്ന വെള്ളം വന്ന വെള്ളം നിന്ന വെള്ളത്തെ കൂടെ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ആകിയിട്ട് ഇങ്ങനെ കിടന്ന് ഉഴലുക. നമുക്ക് കുറഞ്ഞു പോയത് ദൈവത്തോടുള്ള ബന്ധമാണ്. ആദ്യ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടക്കണേ. ആദ്യ സ്നേഹത്ത് ആ ദൈവദാസന്മാരെ പോലെ എനിക്കൊന്നും ഇപ്പോഴാണ് അവരെ പോലെ ആകേ വേണം. ആയാൽ അവരനുഭവിക്കുന്ന പലതും ഞങ്ങൾ അനുഭവിക്കും. ഇതിന് പോകുന്ന ഇത് ആഗ്രഹിച്ചിരിക്കുമ്പോൾ ചില 2024 വരെ കഷ്ടതകളുടെ തീച്ചൂളയിൽ കൂടി ഞാൻ കടന്നുപോയി. എൻ്റെ ഭാര്യ പ്രസവവേദന ഇല്ലാതെ പ്രസവിച്ചു. ഭക്ഷണമില്ലായിരുന്നു, കപ്പ പുഴുങ്ങി തിന്നു. ഇന്ന് കപ്പയില്ലല്ലോ. ഇങ്ങനെയൊക്കെ കേട്ട ഏത് മനുഷ്യൻ വരും? ഇങ്ങനെയൊക്കെ കൊതിച്ചിരിക്കണ്ട. പിന്നെ ഉടനെ അടുത്ത് പറയും, യേശുവിനെ മാത്രം നോക്കിയാൽ. ഞാനത് പറയുകയല്ല. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു, യോബ് ബഹുസമ്പന്നനായിരുന്നു. ഹല്ലേലൂയ. ഹാനോക്ക് പെണ്ണും കെട്ടി മക്കളും ഉണ്ടാക്കിയിട്ട് ദൈവത്തോടാണ്. ആരും പറയരുത് വിവാഹ ജീവിതം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പറ്റത്തില്ല. ചുമ്മാതാ. കൂടുതൽ ദൈവത്തോട് അടുക്കാനൊരു കാരണമായി കൂടുതൽ, അല്ലയോ? അല്ലെങ്കിൽ ഇവനൊക്കെ ഇവിടെ ഇരിക്കുമോ? വല്ലപ്പോഴും പുറത്താക്കുന്നുണ്ടല്ലോ, ഓടി വന്ന് ഇവിടെ ഇരിക്കണേ. നമുക്കെന്തെങ്കിലും 2 ലക്ഷം പറഞ്ഞു കൊടുക്കാൻ കിട്ടണമെങ്കിൽ അടിച്ച് പുറത്താക്കണം. തമാശയല്ല പറഞ്ഞു, സീരിയസ് ആയിട്ടാ പറഞ്ഞു. അതൊക്കെ ദൈവം വച്ചിരിക്കുന്നതാ. ചില കല്ലുകൾ ചിലതിനോട് ചേരും. അതിരിക്കുമ്പോൾ അതിൽ ഇരുത്താൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ചില മേസ്തിരിമാർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. കൂർത്ത ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും? കരണ്ടി എന്ന് പറയുന്ന സാധനം, അതിന് കരണ്ടി തന്നെ പറയണത്. അത് വെച്ചിട്ട് അടിക്കുമ്പോൾ കൂട്ടൻ കല്ലുകൾ വരെ പൊട്ടിപ്പോവും. വെച്ച് അടിച്ച് നീറ്റാക്കിയിട്ട് ചേർത്ത് നോക്കും, കൊള്ളാം. ഇനി ഇടയ്ക്ക് സിമെന്റ് ഇട്ടങ്ങ് സെറ്റ് ചെയ്ത് വയ്ക്കും. കൂർത്ത മുള്ളുകളൊക്കെ എന്ത് ചെയ്ത് കളയും? അങ്ങനെയുള്ള മുള്ളുകളൊക്കെ കർത്താവ് തട്ടിക്കളയും. വിശ്വസിക്കുന്നവർ മാത്രം. ആമേൻ. അപ്പോൾ നീ അവിടെ ഈ ഒരു കമ്മിറ്റ്മെന്റ്, ദൈവം കൊടുക്കുന്ന കമ്മിറ്റ്മെന്റ് പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ്. നിയോഗം വേറെ, നിയോഗത്തിൻ്റെ ആത്മാവ് വേറെ, ചോദിച്ച പ്രാർത്ഥനകൾക്കുള്ള മറുപടി ഇൻറ്റിമസി ലൗവിൽ കിട്ടുന്നതാണ്.
ഞാൻ പറഞ്ഞ് മനസ്സിലായോ? ഇതേ മോശയ്ക്ക് ജനത്തെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ആ പിസ്കാമരയിൽ വെച്ച് ദൈവം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മോശയ്ക്ക് നേരത്തെ പറഞ്ഞൂടെ? ഒരു പ്രവാചകനെ അയക്കും എന്നുള്ളത് പ്രവചിച്ചില്ലേ? എന്തെല്ലാം കാര്യങ്ങൾ പ്രവചിച്ചു? ആവർത്തന പുസ്തകത്തിനെല്ലാം ഇവർക്ക് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും സെറ്റ് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ഈ യോശുവയെ കുറിച്ച് പറയാൻ ദൈവം സമ്മതിച്ചില്ല. അത് ഞാൻ പറയും. ദൈവം പറയും, ഞാൻ പറയും. അവൻ എൻ്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിച്ചു. നിങ്ങൾ കണ്ടോ? യോശുവോട് പറയുന്നുണ്ടോ, നിനക്കെതിരെ ആരും നിൽക്കത്തില്ലെന്ന്? ഒരു പൊട്ടി അടുത്ത അത് ഒന്നിനു പുറകെ ഒന്നായിട്ട് വരികയാണ്. അടുത്തെന്താ വന്നേ? നിന്നെ കൈവിടുകയില്ല. നിങ്ങളോടൊന്ന് പറയും, യേശു പറയുക, ഞാൻ നിന്നെ. ഇത് വല്ലതും ഈ മനുഷ്യൻ ചോദിച്ചതാണോ? എന്നെ കൈവിടരുത്, ഇത് അറിയത്തില്ല. എന്നാലും കർത്താവ് പറയുക, ഞാൻ നിന്നെ കൈവിടുകയില്ല. നിങ്ങൾ യോശുവയുടെ പുസ്തകം വായിച്ചു നോക്ക്. ഒരു സ്ഥലത്തും യോശുവയെ ദൈവം കൈവിട്ടിട്ടില്ല. കള്ളന്മാർ കയറി അടിച്ചപ്പോഴും സഭയെക്കുറിച്ചുള്ള എരിവ് ഓടിപ്പോയി ആലയത്തിൽ കിടന്നപ്പോ ദൈവം മറുപടി കൊടുക്കുക ചെയ്തേ. നമ്മൾ പലപ്പോഴും ആലയത്തിൽ വരുമ്പോൾ മറുപടി കിട്ടാതെ പോകുന്നു, ഉറക്കം തൂങ്ങിയൊക്കെ ഇരുന്ന് ആകെ അതായിട്ട് പോകുന്നത്. പാഷനില്ല. സഭ എന്ന് പറയുന്നത് എന്തോ ഒരു ഞായറാഴ്ച കൂടുതലുള്ള സംഭവമായിട്ടാണ് കാണുന്നേ. നിന്റെ മേൽ തന്ന നിധിയൊക്കെ എവിടെ? നിന്റെ ഏൽപ്പിച്ച ദൗത്യം എവിടെ? ആ ബാറ്റൺ എന്ത് ചെയ്തു? അമ്മ അടിച്ചോണ്ട്, ഭാര്യ അടിച്ചോണ്ട്, ഭർത്താവ് അടിച്ചോണ്ട്, മക്കളടിച്ചോണ്ട്, അവരടിച്ചോണ്ട്, ഇവരടിച്ചു, ദാരിദ്ര്യം അടിച്ചോണ്ട്. Where is that? കണ്ടോ? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ആ വാക്കൊന്ന് പറയും, കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നീ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കെ. 1-ാം അധ്യായത്തിന്റെ ചില പദങ്ങളെല്ലാം ഉറപ്പിക്കുകയാണ് ദൈവം. ആവർത്തന പുസ്തകം തീരുന്നതോടുകൂടി പിന്നെ യോശുവയിലേക്ക് പ്രവേശിക്കുമ്പോൾ യോശുവയുടെ നേരിട്ട് എൻകൗണ്ടർ ചെയ്ത് ഉറപ്പിക്കുക ദൈവം. ഇതിനു മുമ്പ് അപ്പുറത്ത് പറയുന്നത് ശ്രദ്ധയോടെ കേട്ടു നിന്നവൻ ഇപ്പോൾ ലൈവായിട്ട് അനുഭവിക്കുകയാണ്. നമ്മുടെ മേൽ അങ്ങനെ ഒരു എൻകൗണ്ടറിങ് ദൈവം വച്ചിട്ടുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? കാലങ്ങൾ കാത്തിടണോ കാന്താ നിന്നാഗമനം. അതവിടെ ഇരിക്കട്ടെ. ഇനി എത്ര ദിവസം ഈ ശബ്ദം കേൾക്കാം? കുളിർ കോരുന്നു. ആമേൻ. നിങ്ങളങ്ങനെ ഇരുന്നു കുരിശടികളായിട്ട്. അടുത്ത വാക്യം. ഉണ്ടോ? കൊതിയുള്ളവനെ ദൗത്യം ഏൽപ്പിക്കുന്നേ. ചിലർ പറയുക വാഗ്ദത്തം തന്ന ദൈവം നിവർത്തിച്ചോളൂ. വാഗ്ദത്തം തന്ന നീ ഏത് വഴിക്ക് പോയാലും നിന്നെ അടിച്ച് മടക്കി കുടുക്കി കൊണ്ടുവന്ന് അങ്ങനെയൊന്നും കൊണ്ടുവരികയല്ല. എങ്കിൽ പിന്നെ ഇളയപുത്രൻ്റെ പുറകെ പോയി കർത്താവ് അവിടെ പോയിട്ട് ഇവൻ ഒരു വീട്ടിൽ കയറുമ്പോൾ അവിടെ കയറി എരുമയെ നിർത്തി തടഞ്ഞൂടെ? കഴുതി നിർത്തി ദൈവത്തിന് എരുമയെ നിർത്തിക്കൂടെ? ദൂതന്മാരെ നിർത്തിയിട്ട് ഇളയപുത്രനെ തടഞ്ഞോ? അവന് ധനമെന്ന് തോന്നിയതൊക്കെ ആരൊക്കെയോ അടിച്ചോണ്ട് പോയി. ഒന്നുമില്ലാതെ പൊട്ടക്കുഴി കിടക്കുമ്പോഴാ പിടിച്ചെടുത്ത. ചിലർക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്. ഈ 15-ാം അധ്യായം എനിക്ക് വേണ്ടി എഴുതി വെച്ചേക്കാണ്. ഹലോ, എല്ലാവരും ഉണ്ടോ അവിടെ? ലൂക്കോസിന്റെ സുവിശേഷം 15-ലോ നടക്കുന്നത്. ഏത് ഇളയപുത്രന്റെ കാര്യം? അത് പലർക്കും നല്ല ക്ലിയറാണ്. കാരണം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഉടനെ ആ ഇളയപുത്രൻ ഓർമ്മ വരും, പന്നിക്കുഴി ഓർമ്മ വരും, അവിടെ നിന്ന് എഴുന്നേറ്റ് മടങ്ങി വരും, പിന്നെ കെട്ടിപ്പിടുത്തവും ഉമ്മയും വീട്ടിൽ ഇറച്ചി ഇറക്കുന്ന കാര്യമൊക്കെ ഓർമ്മ വരും. ആ മനുഷ്യനോട് ചോദിച്ചാൽ പറയും, പൊന്നുമക്കളെ ആ ഏരിയയിൽ പോകരുത്, ഭയങ്കര കെട്ട നാറ്റമാണ്. അതവിടെ എഴുതി വെച്ചില്ല. ഹല്ലേലൂയ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നീ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കെ. ഏൽപ്പിച്ച നിയോഗം ചെയ്യാൻ ഒരു ഉറപ്പ് വേണം. നിനക്ക് ധൈര്യം വേണം. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എന്നിട്ട് യോശുവയെ തിരിച്ചിട്ട് നോക്കി കാണിക്കുമ്പോൾ ഈ 30 ലക്ഷം ജനത്തെ കൊണ്ടുപോകാൻ നീ മാത്രം. കണ്ടോ? നിന്നോടുകൂടെ ഞാനിരിക്കും. അവരെ നീ കൊണ്ടുപോകണം. അവർക്ക് നീ പടവെട്ടി കൊടുക്കണം. കരമർത്തി മനസ്സ് കർത്താവിനെ
ചില ദേശങ്ങളിൽ സുവിശേഷം വിളംബരം ചെയ്യുമ്പോൾ നീ ഭയപ്പെടരുത്. ആമേൻ. കർത്താവ് സംസാരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ആമേൻ. മനുഷ്യരെ കണ്ട് ഭ്രമിച്ചു പോകരുത്. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നിന്റെ കൈകളിൽ ഒന്നും കാണില്ല, എന്നാൽ നിറപ്പാൻ കഴിവുള്ളവൻ കയ്യിലുണ്ട്. വിശ്വാസത്താൽ വിതപ്പാൻ അവൻ പഠിപ്പിക്കും. ഹല്ലേലൂയ. എതിർപ്പുകളെ അവഗണിച്ചു കളയുക. സുവിശേഷത്തിന് തടസ്സം നിൽക്കുന്നതിനെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുക. ധൈര്യത്തോടെ മൂവ് ചെയ്യുക. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ആരെ എവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യണമെന്ന് ദൈവം നിശ്ചയിക്കും. അവൻ എനിക്ക് വേണ്ടി വാദിക്കും. വിശ്വസിക്കും. അടുത്ത എന്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി കേട്ടോ. വചനം അനുസരിക്കാൻ നല്ല ഉറപ്പും ധൈര്യവും വേണം. അല്ലാതെ പാലം കടന്നു പോകാൻ ഉറപ്പും ധൈര്യവും വേണമെന്നല്ല. ചിലരുണ്ടല്ലോ എടുത്തങ്ങ് ചാടി ചത്തു. ഹല്ലേലൂയ. ഒരു നിമിഷം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന എത്ര പേർ ആവേശം കാണിച്ചിട്ടാണ്. ആത്മഹത്യ ചെയ്യുന്ന കാര്യമല്ല ഞാനീ പറഞ്ഞു. ചിലർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഈ 4 കൊല നടത്തിയവൻ എലിവിഷം കഴിച്ചെന്നവൻ കഴിക്കേണ്ടതുപോലെ കഴിച്ചെങ്കിൽ അവൻ ചാവില്ലായിരുന്നു. ഈ ആൾക്കാർ ഇങ്ങനെ അടിച്ചു കൊല്ലാൻ കഴിവുള്ളവന് എങ്ങനെ ചാവണമെന്ന് ബോധ്യമുള്ളവനല്ലേ അല്ലേ? അതുകൊണ്ട് ചെറിയ അളവിലാണ് കഴിച്ചത്. ഒരിക്കൽ ഈ ശൈലസൗരിയുടെ മകനെ അവൻ പെട്ടെന്ന് എലിവിഷം കഴിച്ച് കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ അങ്ങനെ ഒരു പേടി അവൻ കാണിക്കും. അപ്പോൾ ഞാൻ രാജേഷേട്ടനെ വിളിച്ചു, ഹസ്ബൻഡിനെ വിളിച്ചു. അപ്പോൾ അവൻ്റെ വയറ് കഴുകി അവൻ അത് അനുഭവിച്ച് വരട്ടെ, എന്നാലേ അവൻ നന്നാവുള്ളൂ. ഇത് ചുമ്മാ പറ്റിക്കാൻ ഇല്ലോളെടുത്ത് മണത്താണ്. അപ്പൊരു കാര്യം അറിയാം. ഞാൻ അയ്യോ പുള്ളി സങ്കടപ്പെട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചേ. പുള്ളി എന്നെ ബലപ്പെടുത്തി. സങ്കടപ്പെടേണ്ട, അത് തിരിച്ചു വരും. ഹല്ലേലൂയ. നമ്മൾ ഈ ഒരു വെള്ളത്തിൽ എടുത്ത് ചാടരുത്, നാറി. കാരണം നീ ഇവിടെ ഒരു വാക്യം കണ്ടോ? നിന്റെ ഹൃദയത്തിനകത്ത് കയറട്ടെ. വചനം അനുസരിക്കേണ്ടതിന്, പ്രമാണം അനുസരിക്കേണ്ടതിന് എന്ത് വേണം? ഉറപ്പ് വേണം. നിനക്ക് അനുസരിക്കുമോ? വാക്ക് കൊണ്ടാണോ? ഉറപ്പും അവിടെ കണ്ടോ? നീ ചെങ്കടലിനെ വിഭാജിക്കുക, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും എന്നല്ല പറഞ്ഞേ. ന്യായപ്രമാണം അനുസരിക്കേണ്ടതിന് നിനക്കൊരു ഉറപ്പുണ്ടാകണം, ധൈര്യമുണ്ടാകണം. കേൾക്കുന്ന വചനത്തെ നിസ്സാരമായി കാണരുത്. ഉറപ്പും ധൈര്യവും ഉണ്ടാകണം. നല്ലതുകൂടെ നിങ്ങൾ പാടിപ്പോകുന്ന ഉറപ്പല്ല ഈ പറയുന്നത്. ഈ വചനത്തെ വിട്ട് നീ മാറെന്ന് പറയുമ്പോൾ അവനെ നെഞ്ചും വിരിച്ച് പറയണം, ഞാൻ ദൈവവചനം അനുസരിക്കുന്നു. എന്തിനു മാറണം? എൻ്റെ കർത്താവിനെ ഞാൻ സേവിക്കുന്നേ, നിങ്ങൾ പറയുന്നതിനെ അല്ല. ഏത് ഈ ഭൂമിയിൽ അപ്പനാകട്ടെ, അമ്മയാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, അധികാരികളാകട്ടെ, ആർ ചോദിച്ചാലും പറയണം, തിരുവെഴുത്തിനെയാണ് ഞാൻ അനുസരിക്കുന്നത്. ദൈവത്തിന്റെ ശബ്ദമാണ്. നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. അടുത്ത് ചേട്ടോ, അടുത്ത വാക്യം, ചെല്ലുന്നിടത്തേക്കുകയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. എന്തുകൊണ്ടാണ് അശുഭ ലക്ഷണങ്ങൾ വെളിപ്പെടുന്നത് മനസ്സിലായോ? ഈ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ഭാര്യക്കൂലി വാങ്ങുന്നതിന്റെ കാര്യം ഇടത്തോട്ടോ വലത്തോ, നേർവഴിക്ക് പോകത്തില്ല, വലത്ത് കൂടെ കറങ്ങി പോകത്തില്ല. ഇടത്തോട്ടോ വലത്തോട്ടോ. അടുത്ത അടുത്ത് വായിച്ചിട്ടോ? എന്ത് വായിക്കും? ഈ പുസ്തകത്തിലുള്ളത് വചനം നിന്റെ വായിൽ നിന്ന് എന്ത് ചെയ്യരുത്. ഇപ്പൊ വചനം നിന്റെ കൂടെ ഇരുന്ന പോലെ ബാക്കിയെല്ലാം നിന്റെ അടുക്കൽ വരില്ലേ? വായിക്കും. അനന്ത് വായിക്കും. നീ പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊള്ളണം. പ്രമാണിക്കാത്തതിന്റെ കാരണം ധ്യാനമില്ല. ഞാൻ ഉള്ളതായി പറയണം.
വചനം വായിച്ചിട്ട് ഒരുത്തം വന്നിട്ട് അടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവൻ വചനമല്ല വായിച്ചുകൊണ്ടിരുന്നത്, സാത്താൻ്റെ സേവ ആണെന്നുണ്ടെന്നാണ്. ഞാൻ ഒരു 2 മണിക്കൂർ വചനം വായിച്ചിട്ട് കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞുകൊണ്ടിരുന്ന നോക്കൂ. ബി കെയർഫുൾ. വായിക്കുവാണ്, ഒന്നുകൂടെ വായിക്കും. ഇപ്പോൾ വായിച്ചു, ഒന്നുകൂടെ വായിക്കാം. അപ്പോൾ രാവും പകലും എങ്ങനെ ധ്യാനിക്കും? രാവും പകലും എങ്ങനെ? സ്നേഹം ഉണ്ടെങ്കിലേ നമ്മൾ ഈ പിന്നെ ഇപ്പോൾ ഞാനിവിടെ എനിക്ക് അറിയത്തില്ല, ഇതിൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ ചോദിക്കുവാണ്, സ്നേഹിച്ചവരുണ്ടോ ഇതിനകത്ത്? കാണും. അപ്പം ആ വ്യക്തി നിങ്ങളെ ഉറക്കത്തിൽ പോലും ഓർമ്മ വരില്ലേ? ചിലരുടെ സ്വപ്നങ്ങളിൽ വേണ്ടാത്ത ചിലതൊക്കെ കാണുന്നതൊക്കെ നിങ്ങൾ പകൽ ധ്യാനിച്ചത് കൊണ്ടാണ്. ആവശ്യമില്ലാത്ത ധ്യാനങ്ങൾ നടത്തിയിട്ട് കിടക്കുന്നവർ അതിനെ കാണും. പിശാച് ഒരു സ്വപ്നം തന്നെന്ന് തോന്നുന്നു. അത് പിശാചിന്റെ സ്വപ്നമല്ല, നീ ധ്യാനിച്ചുകൊണ്ട് കിടന്നപ്പോൾ കിട്ടിയതാണ്. നല്ലതൊന്നും കാണുകയല്ല, കണ്ടാപ്പുറത്ത് പറയുകയും. വായിച്ചേ സഹോദരി, ആ കുഞ്ഞിനൊന്ന് വായിപ്പിക്കട്ടെ ഞാൻ. എന്നാൽ നിന്റെ പ്രവൃത്തി എന്തെയും സാധിക്കും. ഇനി ഒരു ചോദ്യം, നിന്റെ പ്രവൃത്തി എന്താണ്? എന്താ നിന്റെ പ്രവൃത്തി? നീ എന്താ ആഗ്രഹിക്കും? എന്ത് ചെയ്ത് തരണം? യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 3 അധ്യായം യോശുവ എടുക്കാനാണ് എടുത്തു വെച്ചത്. പേടിക്കണ്ട, ഞെട്ടലും വീതലും ചുറ്റലൊക്കെ വരുന്നു. 6-ാം അധ്യായം നീ എന്താ ആഗ്രഹിക്കാൻ പോണെന്നുള്ളതാണ്. 6-ന്റെ കട്ടിയുള്ള ഉപദേശമൊന്നുമല്ല കേട്ടോ, വളരെ സിമ്പിളായിട്ടുള്ള ഉപദേശമാണ്. ആര് കട്ടിയാണെന്ന് കരുതരുത്. 32 മുതൽ അങ്ങ് വായിച്ചാൽ. ആ ഹല്ലേലൂയ. ഞാൻ യോശുവോട് അവിടെ നിർത്തിയെന്നറിയാം. വചനം അനുസരിക്കണമെങ്കിൽ നിനക്ക് എന്ത് വേണം? ഉറപ്പും ധൈര്യവും വേണം. ചിലർക്ക് BP ആണ്, ഭാര്യയെ പേടി. ചിലർക്ക് FP, ഭർത്താവിനെ പേടി. ചിലർക്ക് മക്കളെ പേടി. ചിലർക്ക് അവനവനെ തന്നെ പേടി. പോയാൽ ഞാൻ കൊള്ളാം മക്കളെ, ഇങ്ങനെ കയറി വാ, അതൊന്ന് ഫ്രീ ആയി. രണ്ട് തമാശ. എല്ലാം മക്കളെ പേടി. MBN മക്കളെ പേടി. ഹല്ലേലൂയ. മക്കൾ അതിന് സണ്ണൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ. അതിപ്പോൾ മുൻകുട്ടികളെ ചെറുതാൺകുട്ടിയാണ്. ഇന്നോടെ പോകുന്നു, ആരാധനയ്ക്ക് പോകുന്നു, വേറകത്ത് പറയാൻ വേണ്ടി അതിൽ ഒരിക്കലല്ലേ പറഞ്ഞു. ഇനി അത് പിടിച്ചോണ്ടിരിക്കുക. അതൊക്കെ അങ്ങനെ വിട്ടിട്ട് കാലിന്ന് വെട്ടിക്കോന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും വെട്ടാൻ പറ്റില്ല. എൻ്റെ അടുത്ത് എൻ്റെ അപ്പം പറഞ്ഞ് ഇറങ്ങിക്കോണം ഇവിടെ നിന്ന്. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആരാധിച്ചു. മനസ്സിലായി. ആ 2 എണ്ണം വലത്തും ഇടത്തിരുന്ന് എന്ത് ചെയ്യും? സബദി പുത്രന്മാരായ യോഹന്നാനും യാക്കോബും വരുന്നത് പോലെ അവർ നിന്റെ വലത്തും ഇടത്തിരുന്ന് ആരാധിക്കട്ടെ. നീ പക്ഷേ കുരിശിയുടെ അടുത്തിൽ പോയിരിക്കരുത്. എവിടെ ഇരിക്കണം? അതിനങ്ങ് ലൈവായിട്ടങ്ങ് പറയുക. ഇന്നലെ ഒരു സാന്നിധ്യം നിന്റെ മേൽ വെളിപ്പെട്ടിട്ടുണ്ട്, അതിനെങ്കിലും ഒന്ന് മാനിച്ചാൽ വായിക്കാം. ഇപ്പം മോശ ആണ് അപ്പം കൊടുത്തെന്ന് ആരും കരുതണ്ട. അപ്പം തരുന്നത് ദൈവമാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞൊരു ദിവസം എനിക്കെൻ്റെ സാക്ഷി ഇപ്പം പറയാൻ പേടിയാണ്. കാരണം എന്താണെന്നറിയോ? പല സാക്ഷ്യങ്ങളും പറയുമ്പോൾ ഇല്ലായ്മ കൊണ്ട് പറയുന്ന സാക്ഷ്യങ്ങളായിരിക്കും. പക്ഷെ പിന്നൊരിക്കൽ സമ്പന്നനാകുമ്പോൾ ഈ സാക്ഷിയൊക്കെ പറയാൻ എളുപ്പമാണ്. എന്നാൽ സഭ അറിയാൻ വേണ്ടി. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 5 രൂപ 50 പൈസ. അപ്പോൾ അന്നത്തെ സാധനങ്ങളെല്ലാം വാങ്ങണം, എല്ലാ കാര്യവും വേണം. അപ്പോൾ
ഞാനിങ്ങനെ ഉച്ച മുതലേ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോന്നും തോന്നിയൊന്നുമില്ല, സംഗതിയൊക്കെ നടക്കും. പക്ഷെ 6 മണിയായിട്ട് സംഗതി ഒന്നും എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ട്. അപ്പോൾ എൻ്റെ അടുക്കൽ പിന്നെ ഞാൻ ജോഷുവോട് ചോദിച്ചോളാം, നിൻ്റെ കുടുക്കയിൽ എന്തൊക്കെ ഉണ്ടല്ലോ, നീ എടുക്കുന്നതാണ്. അപ്പോൾ അവനെ ഒന്ന് സമാധാനിപ്പിച്ച്, അവനെ കൊണ്ട് വക്കാലത്തെടുപ്പിച്ച്, അവനെ കൊണ്ട് അത് കാര്യത്തിൽ പിന്നെ തീരുമാനം എടുപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നത്. തരികയില്ല, 1 രൂപ തരികയില്ല. അതുകൊണ്ട് ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് എടുത്തുകൊണ്ടപ്പോൾ അപ്പോൾ എൻ്റെ ഉള്ളത്തിൽ എങ്ങനെയാണെങ്കിലും അല്പിച്ച് ഇതുണ്ടാവും. അപ്പോൾ ഇവനത് എടുത്തുകൊണ്ട് വന്നു, എൻ്റെ മുമ്പിൽ ചെല്ലാം എണ്ണിപ്പുറക്കി വിട്ടപ്പോൾ എനിക്കൊരു സന്തോഷം. ഉദ്ദേശിച്ചതിനേക്കാളും കറക്റ്റായിട്ട്. ഇപ്പം എത്രയായി പപ്പ? 168, 69, 70 ഇതെല്ലാം വാങ്ങി അടച്ച് അങ്ങ് മാറ്റിയിട്ടു. അപ്പം ഞാനിങ്ങനെ കുറച്ചു നേരം ഇരുന്നിട്ട് എനിക്ക് ദേഷ്യം. എന്തു പറഞ്ഞിട്ട് ഇവനെന്ത് ചെയ്യുന്നില്ല, ഇവൻ തരികയില്ല. തരാൻ വേണ്ടിയിട്ടെല്ലാം വെച്ചിട്ട് പതുക്കെ അങ്ങ് അതിൽ പുറത്തോട്ട് പോകുമ്പോഴും ഒരു കൈ വയ്ക്കും. ഒരു കൈ വെച്ചിട്ടാണ് പോകുന്നത്. എനിക്കൊരു ഈഗോ കയറി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ എങ്ങനെ മാറ്റി വെച്ച് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ അവനോടുള്ള ദൈവം എന്നോട് ഇടപെട്ടു. അവനത് കളിപ്പാട്ടായിട്ടാണ് കണ്ടത്. അത് അവനെന്താണ്? കളിപ്പാട്ടമാണ്, അല്ലാതെ അതിൻ്റെ പൂജ്യതയൊന്നും അവനറിയത്തില്ല. അപ്പോൾ എനിക്ക് ആ ഭാരമൊക്കെ മാറി. ഞാൻ വിചാരിച്ചു വളർന്നു വന്ന് എങ്ങനെ ഇരിക്കും, പലവിധ ചിന്തകളാണ്. അപ്പോൾ ദൈവം ടക്കന്ന് ഞാൻ ഇടപെടുവാണ്. അവനത് വെറും കളിപ്പാട്ടമാണ്. എന്നാൽ അല്പസമയം കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങ് മാറുക. ഒരുക്കപ്പെട്ടവരിൽ നിന്ന് അത് പുറപ്പെടുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതെന്തിനു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ചില കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ടോട്ടൽ നോക്കിയപ്പോൾ ഈ വീട് നമ്മുടെ കൈകളിൽ തന്നെ, എൻ്റെ കയ്യിൽ അത്രയുണ്ടെങ്കിൽ വീടിനകത്തുനിന്നുണ്ട് പലയിടങ്ങളിലും ട്രഷർ കണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം ദൈവം എപ്പോഴത്തേക്കോ കരുതി വെച്ചിട്ടുള്ളതാണെന്ന് ഉറപ്പാണ്. ആമേൻ. നാളെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി അവിടെ എവിടെയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും കരുതണ്ട, ദരിദ്രനാണെന്ന് കരുതണ്ട. തക്ക സമയത്ത് അവൻ വാതിലുകളും വഴികളും തുറക്കും. ആമേൻ. അവൻ ഉറവകളെ തുറക്കും. അല്പം കഴിഞ്ഞപ്പോൾ ലാവിഷായിട്ട് കാര്യങ്ങൾ നടക്കും. ലാവിഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും. എന്തിനാ പറഞ്ഞതെന്നറിയോ? ഈ ഉറപ്പും വചനമകത്ത് കൺസീവ് ചെയ്യാന്ന് പറയുന്നത്. നീ വചനത്തെ എന്ത് ചെയ്യണം? കൺസീവ് ചെയ്യുക. കൺസീവ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കറിയാം എന്താണ് കൺസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. എന്താണ്? ഗർഭം ധരിക്കുക. കൺസീവ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സ്ത്രീക്ക് മാറ്റം ഉണ്ടാവും. അകത്ത് കുഞ്ഞിൻ്റെ ഭ്രൂണം തട്ടിക്കഴിഞ്ഞാൽ ഗർഭപാത്രത്തിലേക്ക് അത് മൂവ് ചെയ്ത് തുടങ്ങിയാൽ സ്ത്രീയുടെ ടോട്ടൽ ലൈഫിലുള്ള ചേഞ്ചാണ്. മനസ്സിലാകുന്നുണ്ടോ? ഛർദി ആരംഭിക്കും, ഫുഡിൻ്റെ വ്യത്യാസങ്ങൾ വരും, ചിന്തകൾക്ക്, ഇരിപ്പിനും നടപ്പിനും ഒക്കെ വ്യത്യാസങ്ങൾ വരും, ഭയങ്കര കൊതി വരും, അത് വരും, ഇത് വരും, പല കാര്യങ്ങളുണ്ട്. കാരണം അകത്തെന്തായി? മറ്റൊരു സൃഷ്ടി ഉരുവായി. ദൈവത്തിൻ്റെ വചനം പറയുന്നു, വചനം നിൻ്റെ അകത്ത് കൺസീവ് ആകണം. അജേഷ് ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? നീ വചനത്തെ എന്ത് ചെയ്യണം? ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്? നീ വചനത്തെ എന്ത് ചെയ്യണം? കൺസീവ് ചെയ്യണം. ഗർഭം ധരിക്കണം. നമ്മൾ പലതും ഗർഭം ധരിക്കുകയല്ല, ട്യൂബിന് പുറത്തുള്ള ഗർഭം ഇങ്ങനെയൊക്കെ വെച്ചേക്കണേ. ഇതെവിടെ വരണം? അകത്ത് വരണം. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. വിശുദ്ധ പ്രജ ഉരുവാകും. വചനം ക്രിസ്തുവാകുന്നു. അത് കൺസീവ് ചെയ്യണം. വചനം കേട്ട വചനം വെറുതെ വിട്ടുകളയരുത്. ഭയപ്പെടേണ്ട. അത് പറഞ്ഞത് ദൈവമെങ്കിൽ അപ്പാ എനിക്ക് എവിടെയെങ്കിലും കണ്ടാൽ പോരാ, നിന്റെ വായിൽ നിന്ന് അത് കേൾക്കണം. ഭയപ്പെടുന്ന അനുഭവങ്ങൾ വരുമ്പോൾ വിളിച്ചാൽ മതി. ഹല്ലേലൂയ. ഈ റിലേഷൻ ആരംഭിക്കുന്ന ഒരു പ്രശ്നം വരുമ്പോഴല്ല നമ്മൾ റിലേഷൻ അന്വേഷിക്കേണ്ടത്. പലരും ബന്ധം പുതുക്കണമെന്ന് പറയും. ഒരു ആവശ്യം വരുമ്പോൾ മാത്രം എടുത്ത് എന്ത് ചെയ്യും? അത് വിളിക്കാൻ തന്നെ മടിയാണ്. കാരണം 12 മാസമായി വിളിച്ചിട്ട്. ഇപ്പം വിളിക്കുമോ? 1000 രൂപ വേണം. നേരെ മറിച്ച് അല്പം മുമ്പ് വിളിച്ചതിനോട് ഇപ്പം ചോദിക്കാൻ മടിയുണ്ടോ? ദൈവത്തോട് നിരന്തര ബന്ധമായിരിക്കട്ടെ. ആമേൻ. അടുത്ത വാക്യം വേഗത്തിൽ പറഞ്ഞേ. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്റെ പിതാവത്രേ. അടുത്ത
അപ്പോൾ വചനം തരുന്നത് ആരാ? അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളെ അഗാധമായി സ്പർശിച്ച വചനം ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോകാമോ? എന്തെങ്കിലും ഓർത്ത് പറയരുത്. നിങ്ങളെ തൊട്ടകത്ത് കിടക്കുന്നത് വേണം പറയാൻ. ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അതില്ലെങ്കിൽ പറയണ്ട, ഞാൻ ഒന്ന് സഹിച്ചു. നിൻ്റെ അകത്ത് കിടക്കുന്ന വചനം പറ. ഇപ്പം പറഞ്ഞതല്ല, പറ, നോക്കിക്കൊണ്ടിരിക്കുക വചനം. സൗഖ്യം. ഞാൻ അതല്ലേ ചോദിച്ചു. ഒറ്റ ഇടി വെച്ചതാണ്. ഇപ്പൊ കിട്ടാലും കുലുക്കും. അതുകൊണ്ടാണ് അതാണോ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എൻ്റെ ചോദ്യം മനസ്സിലായില്ല. ഹല്ലേലൂയ. അനുവദിക്കട്ടെ, ബാക്കി വായിച്ചാൽ. കണ്ടോ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ കൊടുക്കുന്നതാണ് ദൈവത്തിന്റെ അപ്പം. ക്രിസ്തു ജീവനെ കൊടുക്കുന്നവനാണ്. നമ്മൾ എവിടെയൊക്കെയോ പരാജയപ്പെട്ടും മരിച്ചതുപോലെയും ഒക്കെ ഇരുന്നുണ്ടെങ്കിൽ ഈ വചനം കൺസീവ് ചെയ്യുന്നതിന് ജീവൻ വ്യാപരിക്കും. ഈ വചനം ധരിക്കുന്നവന്റെ മേൽ സ്നാനപ്പെട്ടപ്പോൾ നീ ആരെ ധരിച്ചിരിക്കുന്നു? യേശുവിനെ ധരിച്ചിരിക്കുന്നു, ക്രിസ്തുവിനെ. എങ്കിൽ നിന്റെ അകത്ത് മരണഭയമില്ല. നിന്റെ അവസ്ഥകൾ മാറും. എത്ര പേർ വിശ്വസിക്കുന്നു? ഇതിനെ കാണാതെ അങ്ങനെ തന്നെ കൺസീവ് ചെയ്യേ. അപ്പൊ എനിക്ക് മാറണം. ഈ വചനം എന്നോട് സംസാരിക്കണം. ഇതെന്റെ മേലൊരു വെളിപ്പാടായി വ്യാപരിക്കണം. ആമേൻ. ഹല്ലേലൂയ. അടുത്ത വാക്യം. യേശു പറയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ കണ്ടോ, എന്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കുകയില്ലെന്ന്. കരമത്തിന് മഹത്വം കൊടുത്താൽ മനസ്സിലായോ? നിങ്ങൾക്ക് ഏകദേശമൊക്കെ വിശപ്പ് തുടങ്ങിയില്ലേ? ആ വിശപ്പിനെ കുറിച്ചല്ല ഈ പറയണേ. പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് തകർന്നിരിക്കുന്നവരോട് പറയുന്നു, നീ എൻ്റെ അടുക്കൽ വാ, നിനക്ക് വിശക്കുകയില്ല. ഞാൻ നിനക്ക് അപ്പം തന്ന് നിന്നെ പോഷിപ്പിക്കും. എൻ്റെ വചനം അനുസരിക്കേണ്ടതിന് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. എൻ്റെ ന്യായപ്രമാണം നീ പ്രമാണിക്കുക. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. അടുത്ത ഒന്ന് ആദ്യം എന്താ പറഞ്ഞേ? എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും വിശക്കുകയില്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേട്ടാ വാക്യം. എന്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കുകയില്ല. ആരെങ്കിലും ഒരാൾ പറയും. അപ്പൊ എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. ആ വാക്യം ഒന്ന് പറിച്ചാട്ടെ, നിങ്ങളുടെ ഉള്ളിൽ അത് പതിഞ്ഞാട്ടെ. യേശുവിന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. അപ്പൊ വിശപ്പുണ്ടെങ്കിൽ അടുത്ത് വരാത്തതിന്റെ കാരണമല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു കൊതിയുണ്ടോ നിങ്ങൾക്ക് അടുക്ക വരാൻ? പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഇങ്ങനെ താളം തുള്ളിക്കൊണ്ട് പോകണല്ലാതെ കൊതിയാണപ്പാ, അപ്പോഴൊക്കെ കരയും. എന്തൊന്ന് കൊതി? അതപ്പോൾ അടുത്ത ആഴ്ച എല്ലാവരും എഴുന്നേറ്റ് പ്രവചിക്കട്ടെ. എന്തൊന്ന് നിങ്ങളുടെ സുവിശേഷകൻ എഴുന്നേൽക്കട്ടെ, അപ്പോസ്തലികത്വം എഴുന്നേൽക്കട്ടെ, കൃപാവരങ്ങൾ എഴുന്നേൽക്കട്ടെ. വായിച്ചാട്ടെ. എൻ്റെ അടുക്കൽ വരുന്നവന് അടുത്ത് ഉണ്ടോ ഉണ്ടോ? ഒന്ന് അടുക്കൽ വരുന്നവൻ, രണ്ടാമത് ഈ അടുക്കൽ വരുന്നവനാണ് എന്ത് ചെയ്യുന്നത്? വിശ്വസിക്കുന്നത്. അവന് ദാഹിക്കുകയുമില്ല. പരമത്തിൽ മഹത്വം കൊടുത്താൽ കർത്താവ് പറയുന്നു അവിടെ ആ മോശയുടെ യോശുവയുടെ കാര്യം പറഞ്ഞെന്താണെന്നറിയോ? ഈ യോശുവ പുറത്തുനിന്ന് കൊതിച്ചത് എന്നോടൊന്ന് സംസാരിക്കണമെന്നാണ്. ഇന്ന് സഭയോട് പറയുന്നു, കർത്തൃമേശയിലേക്ക് പോകുന്നതിന് മുമ്പ് പറയുന്നു, യേശുവിൻ്റെ അടുക്കൽ വന്നാൽ വിശക്കുകയില്ല, അടുക്കൽ വരുന്നവൻ വിശ്വസിക്കും. ആമേൻ. അടുക്കൽ വരുന്നവൻ എന്ത് ചെയ്യും? വിശ്വസിക്കും. ഇതിലെത്ര വിശ്വസിക്കുന്നു? വ്യാജ കൈകളൊക്കെ താഴട്ടെ.
ഒറിജിനലായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? ഇനിമേൽ പാപം ചെയ്യരുത്. എല്ലാ കൈയും പാപം വായിച്ചെടുത്ത് കണ്ടോ? ചിലർ നിങ്ങൾ കണ്ടിട്ട് വിശ്വസിക്കുന്നില്ല. അടുത്ത ഇപ്പൊ പറയുന്നുണ്ടോ? പിതാവ് എനിക്ക് തരുന്നതൊക്കെയും. യേശു പറയാണ്, നിന്നെ ഇവിടെ കൂട്ടി വരുത്തിയത് ആരാ? അപ്പൊ പിതാവാണ് എന്നെ ആകർഷിച്ച് എവിടേക്ക് കൊണ്ടുവന്നേ? പുത്രന്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുവന്നത്. യേശു തന്നെ പറയുകയാണ്, സ്വതമേ ആരും രക്ഷിക്കപ്പെട്ടതല്ല, പിതാവ് അവനെ ആകർഷിച്ച് എവിടേക്ക് കൊണ്ടുവന്നു? പുത്രന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ക്ലിയർ ആവുന്നുണ്ടോ? ആരോടാ കണക്ഷനായി കിടക്കുന്നത് മനസ്സിലായോ? പിന്നെ പട്ടി വരട്ടി ഓടിച്ച് കയറ്റിയതല്ല. പട്ടി കടിക്കാൻ വന്നപ്പോൾ ഞാൻ അഭ്യത്തിനായിട്ട് ഓടിച്ചെന്നതല്ല. ഞായറാഴ്ച ആരാധനയുള്ളതുകൊണ്ട് ഓടിക്കയറി വന്നതല്ല. അടുത്ത വാക്യം. കരപ്പെടുത്തിന് മൊത്തം കൊടുത്താണ്. യേശു പറയാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. നമ്മൾ കേട്ടതുണ്ടോ? വിശക്കില്ല, ഉപേക്ഷിക്കില്ല, തള്ളിക്കളയുകയില്ല, കൈവിടുകയില്ല. എത്ര പദങ്ങൾ കിട്ടിയെന്ന്. ഹല്ലേലൂയ. നിനക്ക് നേരെ ആരെയും ഞാൻ നിർത്തത്തില്ല. ആവർത്തനം സീരത്തോട്ടൊന്നും വായിക്കണ്ട. ഇതൊന്ന് വായിച്ചിട്ട് ഒരു ഓർഡർ കിട്ടിയുണ്ടോ? എനിക്കത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത് പോയ വാക്യമാണ്. അതായത് അടുക്കൽ വരുന്നവൻ എന്ത് ചെയ്യത്തില്ല? അവന് വിശക്കുകയില്ല. അടുക്കൽ വരുന്നവൻ എന്ത് ചെയ്യും? വിശ്വസിക്കും. വിശ്വസിക്കുന്നവന് ദാഹിക്കുകയില്ല. അടുത്ത് പറയാണ്, എൻ്റെ അടുക്കൽ നിന്നെ അയച്ചത് ആരാ? അപ്പോൾ പിതാവ് എന്നെ യേശുവിൻ്റെ അടുക്കലേക്ക് അയക്കുമ്പോൾ യേശു എന്നെ എങ്ങനെ കാണും? ഹലോ, ഒരു മിനിറ്റ് എന്നെ നോക്കിയാട്ടെ. യേശു പുത്രൻ്റെ അടുക്കലേക്ക് പിതാവ് എന്നെ അയക്കുമ്പോൾ പുത്രൻ പറയുകയാണ്, ജീനെ, നിന്നെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത് പിതാവാണ്. അപ്പോൾ പുത്രനും പിതാവും തമ്മിലുള്ള റെസ്പെക്ട്, ലവ് എന്താണ്? ശരിയല്ലേ? ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ശ്രീമാനെ ഞാൻ അയക്കുകയാണ്. ശ്രീമാനോട് ഞാൻ പറയും, അവിടെ പോയിട്ട് നീ ആനിയെ കണ്ട് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ആനി ചോദിക്കും, ഏട്ടനടുത്ത് അറിഞ്ഞോ? പെട്ടെന്ന് അവിടെ ഫോൺ എടുത്ത് വെച്ച് അവിടെ വിളിക്കും. ഇതാണ് എൻ്റെ വിചാരം. വിളിക്കും. അപ്പോൾ വിളിക്കുമ്പോൾ ഞാൻ പറയില്ല കൊടുത്തേക്ക് എന്ന് പറഞ്ഞാൽ ആ വാക്ക് വാല്യൂ ചെയ്യുമോ? ചെയ്യില്ലേ? വില വരില്ലേ? ഈ വന്നവനൊരു വില വരില്ലേ? അവൻ ചോദിച്ച് എന്താണെങ്കിലും എടുത്തു കൊടുക്കാൻ വില വരത്തില്ലേ? ആ വാക്ക് ആരുടെ വാക്കാണ്? എൻ്റെ വാക്ക്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലേക്ക് കർത്താവ് പറയാണ്, പുത്രൻ പറയാണ്, നിന്നെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരാ? ഇപ്പൊ ഇത് ചിന്തിക്കും. നിന്നെ പുത്രൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ആരാ? പിതാവെന്ന് പുത്രൻ പറയുമ്പോൾ പുത്രന് പിതാവിനോടുള്ള റെസ്പെക്റ്റിലായിരിക്കും നിന്നെ സ്നേഹിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ കർത്താവ് പറയുക, എൻ്റെ ജീവനെ തരാൻ തയ്യാറാണ്. ഇനിയെങ്കിലും പറയും, ഈ കർത്തമേശ്വരോട്ട് പോകുമ്പോൾ ചിന്തിക്കും, ഉറപ്പും ധൈര്യവും ഉണ്ടോ? വചനം വായിക്കും, അനുസരിക്കാം, നിനക്ക് വിശക്കുകയില്ലെന്ന് കർത്താവിനത് പറയും. ഞാനത് സാക്ഷ്യം പറഞ്ഞത് അതുകൊണ്ടാണ്. വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് ദൈവം നമ്മൾ നടത്തില്ല. കൂടെ നിൽക്കുന്നവർക്ക് അറിയാം കാര്യം. ദാഹിക്കുകയില്ല. അടുത്ത് പറയാനെന്താണ്? എൻ്റെ അടുക്കൽ നിന്നെ അയച്ചത് എൻ്റെ പിതാവാകുന്നു. അടുത്തത് അവിടെ പറയുന്നുണ്ടോ? എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് നീ എൻ്റെ അടുക്കൽ വരണമെന്ന്. അതുകൊണ്ടാണ് കർത്താവ് പാപിയെ സ്നേഹിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? കള്ളം ചെയ്തവനെയും കുറ്റം പറഞ്ഞവനെയും ഒക്കെ ദൈവം സ്നേഹിക്കാനുള്ള കാരണം എന്നറിയോ? 10 കുഷ്ഠരോഗികൾ വന്നപ്പോൾ 10 പേര് സൗഖ്യമാക്കി. എന്തെന്നറിയോ? ഈ 10 പേരും അവിടെ വന്നത് പിതാവ് അയച്ചിട്ടാണ്. എത്ര മനസ്സിലായില്ല? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? എങ്കിൽ എന്നെ, അതുകൊണ്ടാണ് യൂദായുടെ ലേഖനത്തിൽ പറയുന്നത്, വിടാതെ പണം എന്നെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ നിർത്താൻ കഴിവുള്ളവന്. ആമേൻ. അടുത്ത വാക്യം. മതി.
നിങ്ങൾ ആ പദങ്ങളൊന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ കുറേ പദങ്ങളുണ്ട്. ഒന്ന്, നീ നിന്റെ നേരെ ആരും എന്ത് ചെയ്തില്ല. അടുത്ത് പറഞ്ഞ കണ്ടോ, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. അടുത്ത, നീ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കും. എന്തിനാണ്? എൻ്റെ ന്യായപ്രമാണം അനുസരിപ്പാൻ. എല്ലാവരും ഏറ്റു പറഞ്ഞോട്ടെ, എല്ലാവരും. വചനം അനുസരിപ്പാൻ നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഉറപ്പും ധൈര്യവും. അടുത്ത്, ഞാൻ നിന്നെ കൈവിടുകയും ഉപേക്ഷിക്കുകയും. ഉണ്ടോ? ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും. അടുത്ത, നീ ശുഭമായിരിക്കേണ്ടതിന് വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോ. അപ്പൊ ഈ വചന ശുശ്രൂഷയ്ക്ക് ശക്തിയുണ്ടോ ദൈവം? ഞാൻ മാത്രം നിങ്ങളെ വചനം പഠിപ്പിക്കുന്ന പറഞ്ഞ സങ്കടം ഉണ്ടോ നിങ്ങൾക്ക്? കർത്താവിനെ പറയുന്നു, വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീ മാറരുത്. അടുത്ത, എന്നിട്ട് പറയാണ്, ഈ വചനം നിന്റെ വായിൽ നിന്ന്, വചനം പറഞ്ഞു തുടങ്ങിയ വായിൽ വരുന്ന കുറളെല്ലാം നിൽക്കും. ആവശ്യമില്ലാത്ത പൊക്കാളിത്തരങ്ങളെല്ലാം നിൽക്കും. വചനം പറയാതെ മറ്റു പലതും കയറി വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മുടെ നാവിനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉടനെ സാത്താൻ്റെ തലയിൽ അതിടരുത്. പ്രശ്നം നമ്മുടെ അകത്താണ് കിടക്കുന്നത്. പിശാച് കയറി വന്ന് ഇപ്പം എൻ്റെ വായ കുരുക്കി കളഞ്ഞു. പഴയ കേസറ്റില്ലേ കുരുക്കിപ്പോവാൻ. അടുത്ത, നീ എന്ത് ചെയ്യണം? രാവും പകലും ധ്യാനിക്കണം. അടുത്തെന്താ പറഞ്ഞേ? അടുത്ത, കേട്ടോ, നീ പോകുന്നിടത്തൊക്കെ ഈ വചനമുണ്ട്. അപ്പൊ നിന്റെ വചനം നിന്റെ നാവിന്മേലുണ്ടെങ്കിൽ നീ പോകുന്നിടത്തൊക്കെ ഉണ്ട്. ഈ വചനം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ പോകുന്നിടത്തൊക്കെ ആരുണ്ട്? ദൈവമുണ്ട്, യാഹ്വേ ഉണ്ട്. മനസ്സിലായോ? വചനം ധ്യാനിക്കാൻ പറയണത് എന്തിനാണെന്ന്? ഏത് പ്രതികൂലങ്ങളുടെ മധ്യയും എന്നെയും നിന്നെയും വിടുവിപ്പാൻ എന്തിനേ കഴിയത്തുള്ളൂ? വചനത്തിന്. നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ സ്വർഗം എന്നോട് കൂടെ ഇങ്ങനെ നടന്നു വരുമെന്ന് അല്ല. ആ വചനം നിന്റെ കയ്യിലുണ്ടെങ്കിൽ അവിടെ ആരുണ്ട്? അതിൻ്റെ ഉടയവനുണ്ട്. ഇപ്പം നിങ്ങൾ അധികാരപത്രവുമായിട്ട് പൗലോസ് വാങ്ങി എവിടെ പോവുകയാണ്? ദമസ്കോസിലേക്ക്. അവിടെ പോയിട്ട് ആൾക്കാരെ തൊടണമെങ്കിൽ ഇവൻ്റെ കയ്യിൽ എന്ത് വേണം? അതിനാണ് വഴിയിൽ വെച്ച് കീറിക്കളഞ്ഞേ. നമ്മുടെ ലെറ്ററുമായിട്ട് ഒരു ഓഫീസ് ചെല്ലുമ്പോൾ അവിടെ പോകുമ്പോൾ ഈ ലെറ്ററിൻ്റെ പ്രാധാന്യം, ലെറ്ററിൽ ഒപ്പിട്ടിരിക്കുന്ന അധികാരിയാരെന്നാണ്. ഓ, കുമാർ അയച്ചതാണല്ലേ, വരൂരിക്കും. കണ്ടില്ലേ? ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഞാനൊരിക്കൽ സത്യം ഇൻഫോവേൽ ലിമിറ്റഡിൽ വർക്ക് ചെയ്തപ്പോൾ സമയത്ത് ഒരു സത്യ ഫാക്സ് എന്ന് പറയും. ഈ കാര്യമായിട്ട് ഞാനവിടെ ചെല്ലുന്ന സമയത്ത് നെടുമ്പാശ്ശേരി നിന്ന് കണ്ടിട്ട് അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. കയറി ചെന്നു. കട്ട ഇംഗ്ലീഷാണ് എല്ലാവരും. ഞാൻ ആദ്യം ബോർഡ് നോക്കും, മലയാളി പേര് വല്ലതാണെന്ന് നോക്കും. മലയാളി പേരാണെങ്കിൽ പോവും, ഇംഗ്ലീഷ് പേരാണെങ്കിലും പോകും, പോകാതെ നിർത്തിയില്ല. അപ്പോൾ അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ ഞാൻ ഈ സത്യം ഇൻഫോവയുടെ പഴയ, ഇപ്പോൾ അതില്ലെന്ന് തോന്നുന്നു ആ കമ്പനി, അതിൻ്റെ ലെറ്റർ ഹെഡ് എല്ലാം എൻ്റെ ഇരിക്കുവാണ്. ടാഗില്ല. ആ ഫയലുമായിട്ട് ഞാനവിടെ, സാർ ഇരിക്കും സാർ. അത് കണ്ട ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കതിൻ്റെ ഒന്നും അറിയത്തില്ല, ഒരു കാര്യവും എനിക്കറിയില്ല. ആകെയുള്ളത് കയറി ചെല്ലാൻ ഒരു ധൈര്യം മാത്രം. ഞാനവിടെ അങ്ങനെ മുമ്പിൽ അങ്ങനെ സാർ ഇരിക്കുമ്പോൾ ഇരുന്നു. ഉടനെ അവർ അതിൻ്റെ ഫയലെല്ലാം തുറന്ന് ഓരോ കാര്യങ്ങൾ, സാർ ഇത് പ്ലീസ് ലേണിങ്ങിനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് വാചാലനായി. അതിൽ നിന്ന് ഞാൻ പിടിക്കാനുള്ളതൊക്കെ പിടിച്ചെടുത്തു. ഉടുപ്പും തുമ്പലും വെച്ച് മാത്രം കൂട്ടിച്ചേർത്ത് ബാക്കിയെല്ലാം പുള്ളി പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, എൻ്റെ മേലൊരു ലെറ്റർ ഇരിപ്പുണ്ട്, അതിൽ ഒരാൾ സൈൻ ചെയ്തിട്ടുണ്ട്. സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ ഹല്ലേലൂയ, ഞാനും നീയുമൊക്കെ ചെല്ലുന്നിടത്ത് ഈ അധികാരപത്രം നിന്റെ മേലിരിക്കും. സാത്താൻ്റെ കയ്യിൽ, സാത്താൻ്റെ അവകാശത്തിൽ കിടക്കുന്നതിനോട് ഇത് കാണിച്ചാൽ മാത്രം മതി. സാർ ഇരിക്കൂ സാർ, കൊണ്ടുപോകൂ സാർ, ഞാൻ മാറിത്തരാം സാർ, ഞാൻ പന്നിക്കൂട്ടത്തിൽ പൊയ്ക്കോട്ടെ സാർ എന്ന് പറയും. നമുക്ക് ഈ ഒരു ധൈര്യമില്ല. എൻ്റെ മേൽ ഈ അഭിഷേകമുണ്ടോ, എൻ്റെ മേൽ എന്നെ അയച്ചോ ഉറപ്പില്ല, പാഷനില്ല. ആമേൻ. പിന്നെ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ സരളയുടെ വീട്ടിൽ നിന്ന് കൊടുത്തേക്കാം, ഇങ്ങനെയാണ് പറയുന്നത്. മനസ്സിലായി? ആമേൻ.
ഇനി 6 പറഞ്ഞാട്ടെ, 6 വന്നാട്ടെ. 6 പറഞ്ഞുണ്ടോ? എൻ്റെ ന്യായം, എൻ്റെ വചനം നീ എന്ത് ചെയ്യുക? ധ്യാനിക്കുക. അവൻ്റെ കൂടെ എന്തിരിക്കും? എൻ്റെ അടുക്കൽ വരുന്നവനെ. നിങ്ങൾ ആ 3-4 പദങ്ങൾ നിങ്ങൾ മറക്കരുത്. 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന ഭയങ്കര ഇതാണ്. അപ്പോൾ വിശ്വാസത്തോടെ നിങ്ങൾ കർത്തൃനിശ്ചയിലേക്ക് വന്ന് നോക്കും, പാപബോധത്തോടെ ചെയ്ത് നോക്കും. എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുക. തോറ്റവരും വീണവരും പരാജയപ്പെട്ടവരും ജയിച്ചവരും നമ്മുടെ മുമ്പിലുണ്ട്. ജയാളികളുടെ കൂട്ടത്തിലാകാൻ കൊതിക്ക്. ഗോപുരങ്ങളിലേക്ക് കയറി പോകുന്നവനെ നോക്ക്, സ്റ്റെപ്പ് എടുത്ത് വെച്ച് പോകുന്നവനെ നോക്ക്. തോറ്റവനെ നോക്കരുത്. അവിടെ ഇവിടെ പെട്ട് കുരുങ്ങി കിടക്കുന്നവനെ കണ്ടിട്ട് അയ്യോ അവര് കുരുങ്ങി ഞാനും കുരുങ്ങി. എന്തിന്? ജാതികളോട് നിങ്ങളുടെ ബന്ധം സൂക്ഷിച്ചോളുവിൻ. എനിക്ക് ജയിച്ചേ പറ്റൂ എന്ന് പറയൂ. ടേക്ക് എ ഗുഡ് ഡിസിഷൻ. ഹല്ലേലൂയ. പിശാചിന് ഇടം കൊടുക്കരുത് ചിന്തിക്കാൻ. അതിനും വലിയവന്റെ ചിന്ത അകത്തു. അതാണ് ഈ ധ്യാനിക്കാൻ പറഞ്ഞ. രാവും പകലും ധ്യാനിക്കുക. നീ നടക്കുമ്പോൾ വചനം നിന്റെ വായിൽ ചെയ്യണം, ഇരിക്കണം. ഒരാൾ ചോദിച്ച ഒരു വചനം പറയാനുണ്ടാകണം. അതില്ല. ആമേൻ. നമ്മൾ പറയുന്നത് കർത്തൃമേശയിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ വായിൽ എന്തിരിക്കണം? എൻ്റെ ഹൃദയത്തിൽ എന്തിരിക്കണം? യേശു പറയുന്നുണ്ടോ? എൻ്റെ അടുക്കൽ വരുന്നവൻ. അതല്ലേ ഈ കള്ളൻ അവിടെ കിടന്ന് പറയുമ്പോൾ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ കർത്താവ് ടിക്കറ്റ് കൊടുത്താണോ നീ എന്നോടുകൂടെ ഈവൻ ആരുടെ അടുക്കലേക്ക് വരികയാണ് അവൻ. വാഗൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. ഞാൻ സമശിക്ഷാവിധിയിലായിരിക്കുന്നു, എന്നാലോ നീ പാപം ചെയ്യാത്തവനെന്ന് അവൻ എങ്ങനെ അറിഞ്ഞു? പിതാവ് അവനെ ആകർഷിച്ചു. പിതാവ് അവനെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചു? പുത്രൻ്റെ കയ്യിൽ. പുത്രനുടനെ എന്ത് ചെയ്തു? പിതാവിന് റെസ്പെക്ട് കൊടുത്തു. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ അടുക്കൽ വരുന്നവർ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ രക്ഷിക്കുമ്പോൾ നമ്മളല്ല രക്ഷിക്കണേ, പിതാവാണ് അവരെ എന്ത് ചെയ്തിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ആവശ്യമില്ലാതെ അളക്കണ്ട. നമ്മുടെ കയ്യിൽ ആത്മാവുണ്ടെങ്കിൽ വിവേചന ബലം ദൈവം തന്നിട്ടുണ്ട്. കള്ളൻ വന്നാൽ തിരിച്ചറിയാം, പ്രാക്ടീസ് ചെയ്യുക. അവിടെ നമ്മൾ ഈ ശുശ്രൂഷയിലോട്ട് പോവാണ്. ആമേൻ. എല്ലാവരും എഴുന്നേക്കാട്ടെ. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഈ ഉറപ്പ് പോരെ? ഈ ഉറപ്പ് പോരെ? അത് കൂടെ വേണം അല്ലേ? ഇരുന്നോട്ടെ. ആമേൻ. എൻ്റെ അടുക്കൽ വരുന്നവനെ